നമസ്കാരം. ഞാൻ രാജലക്ഷ്മി, കൊച്ചിൻ കേന്ദ്രയിൽ നിന്ന്. BPSC 131 യൂണിറ്റിൻ്റെ ഇന്ന് നമ്മൾ 2 യൂണിറ്റാണ് പഠിക്കാൻ പോകുന്നത്. ഒന്ന് യൂണിറ്റ് 8, അത് ജെൻഡറിനെ പറ്റി, ലിംഗഭേദത്തിനെ പറ്റിയും. രണ്ടാമത്തെ യൂണിറ്റ് 9 സിറ്റിസൺഷിപ്പ്, പൗരധർമ്മത്തെ പറ്റിയും പൗരത്വത്തെ പറ്റിയുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും ദിവസങ്ങൾ നമ്മൾ പല മാറ്റേഴ്സ് റിലേറ്റഡ് വിത്ത് പൊളിറ്റിക്സിനെ പറ്റിയുള്ള പല കാര്യങ്ങൾ പഠിച്ചുകൊണ്ടാണ്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ലിംഗഭേദത്തിനെ പറ്റിയിട്ടുള്ളതാണ്. സാധാരണ ഗതിയിൽ പറയുമ്പോൾ ലിംഗം, ആൺലിംഗം, പുരുഷലിംഗം അല്ലെങ്കിൽ സ്ത്രീലിംഗം, അങ്ങനെയാണ് നമ്മൾ സാധാരണമായിട്ട് പറയാറുള്ളത്. ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡീസ് ആയിരിക്കും. ഇവിടെ ഒരു ജെൻഡർ അല്ലെങ്കിൽ ഒരു ലിംഗത്തിന്റെ ഭേദം അല്ലെങ്കിൽ അതിന്റെ വ്യത്യാസം, അതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? എപ്പോഴും ഒരു ജന്മം കൊണ്ട് കുട്ടി ജനിക്കുമ്പോൾ ആൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടി, ഇത് രണ്ടുമാണ് നമ്മൾ സാധാരണയായിട്ട് ലിംഗം എന്ന് പറയുന്നത്. ജന്മന വരുന്ന ഒരു ലിംഗം, പുരുഷലിംഗമായാൽ മാസ്കുലിൻ ലിംഗം എന്ന് പറയുന്നു, അല്ലെങ്കിൽ മാൻ എന്ന് പറയുന്നു, അല്ലെങ്കിൽ വുമൺ ആയാൽ, പെൺകുട്ടി ആയാൽ വുമൺ എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ ജന്മം കൊണ്ടാണ് അതിനെ നമ്മൾ അർത്ഥം മനസ്സിലാക്കുന്നത്. പുരുഷനാണോ കുട്ടി ജനിച്ചത്, പെൺകുട്ടിയാണോ എന്നുള്ളത്. അപ്പൊ നമ്മൾ ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ആൻ ഓക്ലെ പറയുന്നത്, ഒരു പണ്ട് കാലത്ത് നമ്മുടെ ഇന്ത്യയിലും കാണിക്കുന്നുണ്ട്, ലൈക്ക് എല്ലാ അമ്മമാരും എനിക്ക് ആൺകുട്ടി വേണം, പെൺകുട്ടീനെക്കാട്ടിലും ആൺകുട്ടി വേണം എന്ന് ആഗ്രഹം അർത്ഥിക്കുന്നത് അവരുടെ പരമ്പര, അവരുടെ കുടുംബത്തിന്റെ പരമ്പര നിലനിർത്തുന്നത് ആൺകുട്ടികളിൽ വഴിയാണെങ്കിൽ ആണുങ്ങൾ വഴിയാണ് എന്നുള്ള ഒരു അസംഷൻ ഉണ്ട്. അത് ശരിയുമാണ്. കാരണം ഇല്ലയെന്ന് പറ്റില്ല. ഒരു പെൺകുട്ടിയുടെ ധർമ്മം ബൈ ബർത്ത്, അവരുടെ ജോലി എന്നുള്ളത് അവരുടെ അടുത്ത തലമുറയെ കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ഫെമിനിക് ഡ്യൂട്ടി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ പരമ്പരാഗതമായി സ്ത്രീനെ ആണിനെക്കാട്ടിലും താഴ്ന്ന ലെവലിലാണ് പണ്ടുള്ളവർ കണ്ടിരുന്നത്. കാരണം അവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് ആൺകുട്ടികൾക്കാണ്. അപ്പോൾ ഇത് സൊസൈറ്റിയിൽ അങ്ങനെ അത് സോഷ്യൽ ലെവലില് ഫിക്സ്ഡ് ആയി പോയിട്ടുള്ളതാണ്. എല്ലാവരുടെയും മനസ്സിൽ ഫിക്സ്ഡ് ആയിട്ടുള്ളതാണ്. ആണിന് വെച്ച് പവർ കൂടുതൽ, പെണ്ണിന് പവർ കുറവ്, അല്ലെങ്കിൽ ആണിന് പ്രാധാന്യം കൂടുതൽ കൊടുക്കണം, പെണ്ണിന് കൊടുക്കാൻ അത്രയ്ക്ക് ആവശ്യമില്ല. സ്ത്രീയുടെ വർക്ക് അടുക്കളയിലാണ്, അല്ലെങ്കിൽ കുട്ടികളെ ജനിപ്പിക്കുകയാണ്. ആ ജനിപ്പിച്ച കുട്ടികളെ അവര് വലുതാവുന്നവരെ വളർത്തിക്കൊണ്ടുവരിക, ഈ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ഈ പ്രാഥമിക ആവശ്യങ്ങൾ. ഒരു മനുഷ്യൻ അപൂർണമാണ് സ്ത്രീ ഇല്ലെങ്കിൽ. അതേമാതിരി സ്ത്രീ ഇല്ലെങ്കിൽ, പുരുഷനില്ലെങ്കിൽ സ്ത്രീയും ഫുള്ളായിട്ട് പൂർണ്ണതയിൽ എത്തുന്നില്ല. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആയിട്ട് ഉള്ള അർത്ഥമുണ്ട് സോഷ്യൽ സ്റ്റേറ്റസിൽ. അത് നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു. ഇവിടെ നമ്മൾ 3 തരത്തിലുള്ള സമീപനമാണ്. എന്തൊക്കെയാണ് 3 തരത്തിലുള്ള സമീപനം? എല്ലാ ആണും പെണ്ണും റിലേഷൻഷിപ്പില് ഒരേമാതിരി തന്നെ വരുന്നു. ജെൻഡർ, അത് അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ റിലേഷൻഷിപ്പ് എല്ലാവർക്കും ഒരേമാതിരി തന്നെ. ആണിന് ദേഷ്യം വരുന്നു, പെണ്ണിന് ദേഷ്യം വരുന്നു, സങ്കടം വരുന്നു, ഒക്കെ ഒരേമാതിരി തന്നെയാണ് പോകുന്നത്. ഈ വളരെ റീസെന്റ് ആയിട്ടുള്ള വളരെ സമീപന കാലത്ത് ഒരു റിസർച്ച് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി വ്യാഖ്യാനത്തിനെ പറ്റി, ജെൻഡറിന്റെ വ്യാഖ്യാനത്തിനെ പറ്റി അല്ലെങ്കിൽ ധാരണയെ പറ്റി വളരെ കൂടുതലായിട്ട് അതിനെ വിശകലനം ചെയ്തിട്ടുണ്ട്. അതിലെന്താ പറഞ്ഞിട്ടുള്ളത് വെച്ചാല്, ഒരു മനുഷ്യൻ, ഒരു ജെൻഡർ ആണ്, അവരുടെ വർക്കില്, ആക്റ്റീവായിട്ടുള്ള വർക്കില് നമ്മൾ കടന്നു പോകുന്നു. പിന്നെ രണ്ടാമത്തത്, എപ്പോഴാണോ ഈ ജെൻഡർ ഇക്വാലിറ്റി അല്ലെങ്കിൽ ലിംഗത്തിലുള്ള സമത്വം എപ്പോ കിട്ടുന്നോ, ഒരു വീട്ടിലെ പുരുഷൻ, ആ പുരുഷൻ അങ്ങേരുടെ ഭാര്യനെ അല്ലെങ്കിൽ സ്ത്രീയെ ഒപ്പത്തിനൊപ്പം ഈക്വൽ ആയിട്ട് കാണണം. സ്ത്രീയും
പുരുഷനും ഒന്ന് ചേരുമ്പോഴാണ് ഒരു കുടുംബമാവുന്നത്. അപ്പൊ അതിനെ ഈക്വൽ ആയിട്ട് കാണണം. ഞാൻ മേധാവി, നിങ്ങൾ എൻ്റെ അടിമ എന്നുള്ള ലെവലിലെ ആറ്റിറ്റ്യൂഡ് ഉള്ളത് കൊണ്ടാണ് ഒരുപാട് കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. എങ്ങനെയാണ്? ഒരേ തരത്തിൽ എനിക്ക് എൻ്റെ അർദ്ധനാരീശ്വരൻ എന്നാണ് നമ്മൾ പറയാറ് മലയാളത്തില്. ഒരു മനുഷ്യന്റെ ഇടതുഭാഗം നാരിയാണ് അല്ലെങ്കിൽ സ്ത്രീയാണ്, അർദ്ധനാരീശ്വരൻ. ആ അർദ്ധനാരീശ്വരൻ മാതിരി നമ്മൾ ഈക്വലി ഒരു കുടുംബത്തിൽ രണ്ടുപേർക്കും ഈക്വൽ ആയിട്ടുള്ള ചുമതലയുണ്ട്, ഈക്വൽ ആയിട്ടുള്ള വികാരങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ അതിനെ നമ്മൾ മാനിച്ചുകൊണ്ട് വേണം കൊണ്ടുപോകാൻ. അങ്ങനെയാണ് നമ്മൾ ഈ മൂന്നാമത്തെ അപ്രോച്ചില് പറയുന്നത്, മനുഷ്യൻ ആണുങ്ങൾക്ക് മാത്രം ആണുങ്ങളുടെ സുഖഭോഗത്തിന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വസ്തുവായിട്ട് ഒരു സ്ത്രീനെ കാണാൻ പാടില്ല. പക്ഷെ സ്ത്രീ ഒരു ധർമ്മമാണ്, അല്ലെങ്കിൽ മാതൃസ്ഥാനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അവൾ 10 മാസം ചുമന്ന് പ്രസവിച്ച കുട്ടീനെ വളർത്തിയെടുത്ത് അവരെ വലുതാക്കി കൊണ്ടുവരുമ്പോൾ അവർക്ക് അവരുടേതായ പ്രാധാന്യമുണ്ട്. അതിനെ കൂടെ മാനിച്ചുകൊണ്ട് പുരുഷൻ എൻ്റെ ധർമ്മപത്നി എന്നാണ് പറയാ ശാസ്ത്രത്തില്. ധർമ്മപത്നി വെച്ചാൽ ധർമ്മം എൻ്റെ ഭാര്യ എന്നുള്ള സ്ഥാനത്ത് ധർമ്മപത്നിയായിട്ട് കണ്ടുപിടിച്ചാൽ മാത്രമേ ആ ഒരു കുടുംബം സുഖമായിട്ട് പോവാൻ സാധ്യതയുള്ളൂ. ഇവിടെ നമ്മൾ കൂടുതലായിട്ടും ജെൻഡറെ പറ്റി അല്ലെങ്കിൽ ലിംഗത്തിനെ പറ്റി പറയുന്നത് പൊളിറ്റിക്സിലാണ്. പൊളിറ്റിക്സിൽ എന്താന്ന് വെച്ചാല് പുരുഷ മേധാവികളാണ് കൂടുതലായിട്ട് പൊളിറ്റിക്സില്, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മൾ ഈ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടുക. അതേസമയം ആ സ്ത്രീ ആയിരിക്കും അവരെ കുടുംബത്തിലെ രാഷ്ട്രീയം നോക്കുന്നത്. അപ്പൊ ഈ സ്ത്രീക്ക് ഒരു കുടുംബം നല്ല വിധത്തിൽ നോക്കിക്കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ അതേ സ്ത്രീക്ക് രാഷ്ട്ര തലത്തിലും അത് നന്നാക്കി കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷെ അതിനുള്ള സൗകര്യം കൊടുക്കില്ല, അല്ലെങ്കിൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല എന്നുള്ളതാണ് വലിയ പ്രശ്നം. കാരണം ഒരു പുരുഷനും ഒരു സ്ത്രീ മേധാവി അല്ലെങ്കിൽ എൻ്റെ ബോസ്, എനിക്ക് മേലെ എന്നുള്ള ലെവലിൽ ഒരു ഈഗോ ഉണ്ട്. മനുഷ്യന് ഒരു ഈഗോ ഉണ്ട്. ആ ഈഗോ ആണ് അവിടെ സമ്മതിക്കാത്തത് അവരെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട്. സ്ത്രീ മേധാവിത്വം അവർ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് പൊളിറ്റിക്സിൽ നമ്മൾ സാധാരണയായിട്ട് ലീഡേഴ്സ് ആയിട്ട് വരുമ്പോൾ സ്ത്രീയാണ് ഒരു ലീഡറായിട്ട് വരുന്നതെങ്കിൽ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാനുള്ള കാരണങ്ങൾ ഇതുകൊണ്ടാണ്. ഈ ഈക്വലായിട്ട് എന്നെക്കാൾ ഭേദമായിട്ട് സ്ത്രീ ഭരിക്കുന്നുണ്ടെങ്കിൽ അവരെ എങ്ങനെയെങ്കിലും അത് നശിപ്പിക്കുക, അല്ലെങ്കിൽ അവരുടെ പേരിന് കളങ്കം സൃഷ്ടിക്കുക എന്നുള്ള ഒരു തോന്നല് ഈഗോ കാരണം, മെയിൽ ഈഗോ കാരണം അവർക്ക് വരുന്നുണ്ട്. അപ്പൊ ഇത് പല കാരണങ്ങൾ കാരണം പല രാജ്യത്തും സ്ത്രീനെയും പുരുഷനെയും ഒരേമാതിരി കാണാൻ സാധിക്കുന്നില്ല. അവർക്ക് പൊളിറ്റിക്സിലോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലോ അവർക്ക് കിട്ടാത്തത് കൊണ്ടാണ് ഈ മെയിൽ ഡോമിനേഷൻ മെയിൽ പൊളിറ്റീഷ്യൻസ് അവരുടെ കൺട്രോളിൽ വെച്ചിരിക്കുന്നത്. ഇതിനെ അടക്കി ഭരിച്ചു കൊണ്ട് പോവാനുള്ള ഒരു ഇച്ഛ അവരുടെ മനസ്സിൽ ഉള്ളത് കൊണ്ടാണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാം, ഇതിനെ പറ്റിയുള്ള അപ്രോച്ചിൽ ജെൻഡറില്, അതായത് സ്ത്രീയിലെ കാറ്റഗറീസിൽ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഈ സ്ത്രീനെ വിശകലനം ചെയ്ത് അല്ലെങ്കിൽ ഒരു അനാലിസിസ് ചെയ്ത് നമ്മള് സ്ത്രീക്ക് വോട്ട് ചെയ്യാൻ പവർ കൊടുക്കണം. പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ലേറ്റർ ഓൺ ആണ്, വളരെ കാലഘട്ടത്തിന് ശേഷമാണ് സ്ത്രീക്ക്, പണ്ടത്തെ കാലത്ത് ചരിത്രം എടുത്തു നോക്കിയാല് സ്ത്രീക്ക്, കുട്ടികൾക്ക്, ഈവൻ റോമിൽ വരെ, ഈ യൂറോപ്യൻ കൺട്രീസിൽ വരെ സ്ത്രീ കുട്ടികൾ സ്ലേവ്, ആൺ സ്ലേവ് ആയാലും ശരി പെൺ സ്ലേവ് ആയാലും അവർക്ക് അധികാരം, വോട്ടിംഗ് പവർ ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് എല്ലാരെയും വ്യത്യാസമില്ലാണ്ട് അവർക്ക് വോട്ട് ചെയ്യാനുള്ള റൈറ്റ് കിട്ടുമ്പോഴാണ് അവർക്ക് ഒരു സിറ്റിസൺ എന്നുള്ള ഒരു ലെവലിൽ അപ്രോച്ച് വരുന്നത്. അല്ലെങ്കിൽ അവർക്കൊരു ഒരു വളരെ രാഷ്ട്രീയത്തിൽ ഇടപെടാനുള്ള ചാൻസ് അപ്പോഴാണ് കിട്ടുന്നത്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഒരു വിധത്തിലും പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ രാഷ്ട്രീയ തരത്തിലുള്ള വർക്കുകളിൽ സ്ത്രീകൾക്ക് പുറത്തു നിർത്തി അല്ലെങ്കിൽ വളരെ കുറച്ച് സ്ഥാനം കൊടുത്തെങ്കിൽ തന്നെ, നമ്മൾ നേരത്തെ കാലത്ത് ഒരു CTBT ഇഷ്യൂ ഉണ്ടായിരുന്നു. 33% ഓഫ് വുമൺ
പാർട്ടിസിപ്പേഷൻ ഇൻ ദ സഭ എന്നുള്ളത്, നമ്മളുടെ രാജ്യസഭയിലെ ലോക്സഭയിലെ. അപ്പൊ ഇവിടെ കുറച്ച് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ നമുക്ക് സ്ത്രീകളുടെ നമ്പറും കൂടുതലാണ്. അപ്പൊ അവരെ അടിച്ചമർത്തിക്കൊണ്ടാണ് ഇത്രയും കാലം രാഷ്ട്രീയം പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ കാലങ്ങൾ മാറി തുടങ്ങി, ഡെഫിനറ്റ് ആയിട്ട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതിൻ്റെതായ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പൊളിറ്റിക്സിലും കൂടെ. പിന്നെ ഒരു കാര്യമുണ്ട്, സ്ത്രീകൾ സാധാരണമായിട്ട് പൊളിറ്റിക്സിൽ ഇറങ്ങി അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ ഇവർക്ക് വേറെ പണിയില്ലേ, വീട്ടിൽ പോയിരുന്ന് അവനവന്റെ കുടുംബം നോക്കിയാൽ പോരെ എന്നൊരു കമന്റും കേൾക്കാറുണ്ട്. കാരണം ഒരു കുടുംബത്തിനെ നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു വില്ലേജ് നോക്കാൻ പറ്റും, ഒരു ഏരിയ, ഒരു സ്റ്റേറ്റ് നോക്കാനും പറ്റും. എത്രയോ മുഖ്യമന്ത്രിമാര് നല്ല തരത്തിൽ സ്ത്രീകൾ വന്നിട്ടുണ്ട്. പക്ഷെ അതിനുള്ള ചാൻസ്, അതിനുള്ള ഓപ്പർച്യൂണിറ്റി അവർക്ക് കിട്ടണമെന്ന് മാത്രം. പിന്നെ ഈ ഫെമിനിസ്റ്റ് മൂവ്മെന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും സ്ത്രീ സ്വാതന്ത്ര്യത്തിനെ പറ്റി ഭരിക്കുന്നവർ അല്ലെങ്കിൽ അതിനെപ്പറ്റി ആർഗ്യൂ ചെയ്യുന്നവര് അവർ കംപ്ലീറ്റ് ആയിട്ടും ഈക്വലൈസ് ചെയ്ത് വേണം എന്നുള്ള ഒരു ഡിമാൻഡ് വയ്ക്കുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ വരിക. ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ നമ്മളെ ഒരു എയിം വേണം. ആ എയിമില് എന്തായിരിക്കണം എന്റെ ജെൻഡർ ഇക്വാളിറ്റിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്? എന്റെ അറിവ്, എന്റെ അധികാരം, എന്റെ ചുമതലകൾ, എനിക്ക് ചെയ്യാൻ പറ്റാവുന്ന എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ എനിക്ക് ചെയ്യണം. അത് എന്ത് ഓപ്പർച്യൂണിറ്റി, ഒരു വ്യക്തിക്ക് കിട്ടേണ്ട ഓപ്പർച്യൂണിറ്റീനെ അല്ലെങ്കിൽ സാഹചര്യത്തിനെ അയാൾ ആണായതുകൊണ്ടോ പെണ്ണായതുകൊണ്ടോ മാറ്റാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ എപ്പോൾ ഇക്വാളിറ്റി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഈ സമത്വം എന്ന് പറയുന്നതിൽ കൂടെ ഉദ്ദേശിക്കുന്നത് അതാണ്. അപ്പോ ഒരു കാലവശാലും നമ്മൾ രണ്ടുപേരും ആണ്, പുരുഷൻ തന്നെയാണ്, സ്ത്രീ തന്നെയാണ്. പക്ഷെ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് അവർ ചെയ്തിരിക്കണം. അല്ലാണ്ട് ഒരിക്കലും ഒരു പുരുഷൻ സ്ത്രീയുടെ ലെവലിലേക്കോ അല്ലെങ്കിൽ സ്ത്രീ പുരുഷന്റെ ലെവലിലേക്കോ വരാൻ പോകുന്നില്ല. അവരുടെ പെർസെപ്ഷൻസും അവരുടെ ഐഡിയകളും അവരുടെ ആവശ്യങ്ങളും അവരുടെ പ്രയോറിറ്റീസും അവരുടെ പ്രാഥമിക പ്രയോറിറ്റീസ് എല്ലാം വ്യത്യാസം ഉണ്ടാവും. പക്ഷെ എന്നിരുന്നാൽ കൂടി ഈക്വലായിട്ട് ആണിനും പെണ്ണിനും എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ പ്ലാനിങ്ങില്, അത് ഒരു കൺട്രിയുടെ രാജ്യത്തിന്റെ പ്ലാനിങ് ആയാലും ശരി, ഒരു വീടിന്റെ പ്ലാനിങ്, നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അച്ഛനും അമ്മയും ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്ത് എന്തുകൊണ്ട് ഇത് ഇങ്ങനെ വന്നു, എന്ത് കാരണം, ഇതിന്റെ കാര്യകാരണങ്ങൾ വിശദീകരിക്കുക, കണ്ടുപിടിക്കുക, സംസാരിക്കുക. അപ്പോൾ അതിന് കറക്റ്റായ ഒരു സൊല്യൂഷൻ അവർക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ചില സമയത്ത് ചില കാര്യങ്ങൾ ആരുടെ മനസ്സിലാണോ ഉദിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അത് എപ്പോഴാണ് സാധിക്കുക? നമ്മൾ ഒരുമിച്ചിരുന്ന് ഡിസ്കഷൻ ചെയ്ത് നമ്മൾ അതിനെപ്പറ്റി വിശകലനം ചെയ്യുമ്പോൾ മാത്രമേ അത് നടക്കുന്നുള്ളൂ. പിന്നെ ഒരു ഡ്യുവൽ റാഷണൽ അല്ലെങ്കിൽ രണ്ട് വിധം ഇതുള്ളത്, നമ്മൾ ഈക്വൽ റൈറ്റ്സ് ആണ്. ആണിനും പെണ്ണിനും പുരുഷനും സ്ത്രീക്കും ഈക്വൽ റൈറ്റ്സ് ആണ് കിട്ടേണ്ടത്, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആണ് കിട്ടേണ്ടത്. ഹ്യൂമൻ റൈറ്റ്സിലും പറഞ്ഞിട്ടുണ്ട്, സോഷ്യൽ ജസ്റ്റിസിലും പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും നീ സ്ത്രീയായി ജനിച്ചത് കൊണ്ട് നിനക്ക് റൈറ്റ് ഇല്ല, അല്ലെങ്കിൽ നീ പുരുഷനായി ജനിച്ചുകൊണ്ട് നിനക്ക് കൂടുതൽ റൈറ്റ് ഉണ്ട്, അങ്ങനെ ഒരിടത്തും പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിൽ കൊണ്ടുകൊണ്ട് വേണം എല്ലാ കണ്ടീഷൻസും, എല്ലാവിധ ഡെവലപ്മെന്റും, സസ്റ്റൈനബിൾ ആയിട്ടുള്ള എല്ലാ ഡെവലപ്മെന്റും നമുക്ക് എത്രത്തോളം ഇഫക്റ്റീവായിട്ട്, ഒരു രാഷ്ട്രത്തിന് എത്രത്തോളം ഇഫക്റ്റീവ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുള്ളത് നമ്മൾ അത് അറിയിച്ച് മനസ്സിൽ ഉൾക്കൊണ്ട് വേണം അതിനെപ്പറ്റി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ഇനി എന്തെങ്കിലും കാരണവശാൽ ഇവർക്ക് പല വിധത്തില്, അതായത് ഓരോരുത്തരുടെയും ഓരോ ലെവലിൽ വരുമ്പോൾ ആണായാലും പെണ്ണായാലും വ്യത്യാസങ്ങൾ ഉണ്ടാവും. അവരുടെ ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസം ഉണ്ടാവും, അവരുടെ വിചാരങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംസാരത്തിൽ വ്യത്യാസം ഉണ്ടാവും, നിയമപരമായിട്ടുള്ള ചട്ടക്കൂടിന്റെ അകത്ത് നിന്നുകൊണ്ട് പറയണം, സാമ്പത്തികമായിട്ട് നോക്കണം, രാഷ്ട്രീയമായിട്ടുള്ള ഉദ്ദേശങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള വികസനം ചെയ്ത് അതിനെ ഒരു വിധത്തിൽ, അതായത് എല്ലാ ആൾക്കാർക്കും എല്ലാവിധ ആ രാഷ്ട്രത്തിലുള്ള എല്ലാ ജനതയ്ക്കും എങ്ങനെ ചെയ്താൽ നന്നാകുമെന്ന് ഉള്ള ആ ചട്ടക്കൂടിന്റെ അകത്ത് വേണം ഈ പൊളിറ്റിക്കലായിട്ടുള്ള അധികാരങ്ങളോ അവകാശങ്ങളോ നടത്തി എടുക്കേണ്ടത്.
ഇനി നമ്മൾ ഇത് മെയിൻ സ്ട്രാറ്റജിയിൽ അല്ലെങ്കിൽ നമ്മൾ ഇതിനെ ഒരു തന്ത്രം എന്ന് പറയാം. ഈ ജെൻഡറിനെ അല്ലെങ്കിൽ ലിംഗഭേദത്തിന് ഒരു രാഷ്ട്രത്തിന്റെ പുരോഗതിയിൽ ഒരു തന്ത്രമായിട്ട് ഉപയോഗിക്കാം. തന്ത്രമായിട്ട് ഉപയോഗിക്കുമ്പോഴത്തേക്കും എത്രത്തോളം നമ്മൾക്ക് സ്ത്രീയെ പുരുഷനെയും ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റുന്നു അത്രത്തോളം വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് പോകും ആ രാഷ്ട്രം. 70-ലാണ് നമ്മൾ വളരെ അന്നത്തെ കാലത്ത് ആദ്യകാലങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല, സ്ത്രീകൾക്ക് സംസാരിക്കാനുള്ള അധികാരമില്ല, സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാനുള്ള അധികാരമില്ല. അങ്ങനെ വരുമ്പോഴാണ് ഈ മനസ്സിന്റെ അകത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങൾ അത് അവർ ഇറിറ്റേഷനായിട്ട് പുറത്തേക്ക് വരും, പല വിധത്തിലും വരും. 70-ലാണ് ഈ സ്ത്രീ സ്വാതന്ത്ര്യത്തെ പറ്റിയും ചെറിയ ചെറിയ വുമൺ അല്ലെങ്കിൽ സ്ത്രീകളുടെ യൂണിറ്റ്സ് ഉണ്ടാക്കുകയും സ്ലോ ആയിട്ട് അതിപ്പോൾ 80 ആയപ്പോഴത്തേക്കും ഒരു വിധത്തിൽ നല്ല തരത്തിലുള്ള സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ സ്ത്രീകളെ നമുക്ക് രാഷ്ട്രീയത്തിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇക്കണോമിക്, സോഷ്യൽ ആൻഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാം അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ECOSOC, അതായത് എക്കണോമിക് സോഷ്യൽ കൗൺസിൽ വഴി നമ്മൾ 97-ല് ഒരു ജെൻഡർ ബാലൻസ് യുണൈറ്റഡ് നേഷൻസ് ഒരു ജെൻഡർ ബാലൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഇക്വാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് സമത്വം യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനിലും ഇതിനെപ്പറ്റി വളരെ കാര്യമായിട്ട് അവർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ പറയുന്നത് ഏതൊക്കെ വിധത്തിലാണ് അവർക്ക് വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഇഷ്യൂസ്, അവർ ഫേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആൻഡ് അതിന്റെ ട്രെൻഡ്. അതിന്റെ എന്താ വെച്ചാൽ ആദ്യമായിട്ട് നമ്മൾ എപ്പോഴും പറയുന്നത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള പവർ. എന്തുകൊണ്ട് രാഷ്ട്രീയത്തിൽ അവർക്ക് പവർ കിട്ടുന്നില്ല അല്ലെങ്കിൽ അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നില്ല, അങ്ങനത്തെ പ്രോബ്ലംസ് ആയിരുന്നു ആദ്യകാലങ്ങളിൽ. പിന്നെ പറഞ്ഞപ്പോഴത്തേക്കും ഒരേ വീടിന്റെ അകത്ത് തന്നെ നമ്മൾ പല വിധത്തിലുള്ള വേരിയേഷൻസ് കാണുന്നുണ്ട്. അതായത് ആൺകുട്ടിയായ പയ്യനോട് പറയാറുണ്ട് സാധാരണ അമ്മമാര്, ആൺകുട്ടികൾക്ക് അറിയാൻ പാടില്ല, ആൺകുട്ടികൾക്ക് കൂടുതൽ ഫുഡ് കൊടുക്കണം. ഇതൊക്കെ ഒരു വീടിന്റെ അകത്ത് വ്യത്യാസങ്ങൾ, ഇൻഇക്വാളിറ്റി എന്ന് പറയാം. വ്യത്യാസങ്ങൾ അങ്ങനെ കാണിക്കാൻ പാടില്ല. വളരുന്ന പ്രായത്തിൽ ആണായാലും പെണ്ണായാലും അവർക്ക് ആവശ്യമുള്ള പോഷകാഹാരം കൊടുക്കണം. ഒരു കാരണവശാലും അച്ഛനും അമ്മയും ഒരു കുട്ടീനെ, ആൺകുട്ടീക്ക് പ്രാധാന്യമോ പെൺകുട്ടിക്ക് അവഗണനയോ ചെയ്യാൻ പാടില്ല. ഇത് സാധാരണ എല്ലാ വീടുകളിലും കാണുന്ന ഒരു മാറ്ററാണ്. അത് അവിടെ കണ്ടു വരുമ്പോൾ ഇത് അവരുടെ മനസ്സിൽ അങ്ങനെ ഡെവലപ്പായി കൂടുതലായിട്ട് ഡെവലപ്പാവും. അത് അവർ ഹേർട്ടാവും, അവരുടെ മനസ്സിൽ അത് പതിഞ്ഞു പോകും. അത് കുഞ്ഞുകാലത്ത് തന്നെ അച്ഛനമ്മമാർ നോക്കേണ്ട കാര്യമാണ്. പിന്നെ ഒരു കാര്യം വരുന്നത് നമ്മളുടെ ലീഗൽ മാറ്റേഴ്സ് ആണ്. അതായത് സാധാരണ കുടുംബങ്ങളിൽ കേൾക്കാറുണ്ട്, കല്യാണം കഴിച്ചു കൊടുക്കാൻ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരുപാട് ചെലവ് വരുന്നുണ്ട്. അതുകൊണ്ട് ഈ സ്ത്രീനെ, ഒരു മകളെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ മകൾക്ക് വീടിന്റെ ബാക്കിയുള്ള സ്വത്തിൽ അവകാശമില്ല, അത് ആൺകുട്ടിക്കാണ്. അച്ഛനമ്മമാരെ നോക്കാനുള്ള അധികാരം ആൺകുട്ടിക്കാണ്. അതുകൊണ്ട് ആ പൂർവിക സ്വത്ത് അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ടുള്ള സ്വത്തൊക്കെ ആൺകുട്ടികൾക്ക് മാത്രം. പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചോ 10, 20, 25 വയസ്സ് വരെ വീട്ടിൽ വളർത്തി വലുതാക്കി പിന്നെ വേറെ ഒരാളുടെ സ്വത്തായിട്ട് വേറൊരു വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നതോടുകൂടി അവിടെ തീരുന്നു അവരുടെ അച്ഛനമ്മമാരുടെ ആയിട്ടുള്ള റിലേഷൻഷിപ്പ്. ഇങ്ങനെയൊക്കെ ആവശ്യമില്ലാത്ത സെന്റിമെന്റ്സില് അവരെ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ അതും ഒരു പ്രശ്നം തന്നെയായിട്ട് വരും ജീവിതത്തിൽ. പിന്നെ ഒരു എക്കോണമിയില്, ഒരു രാഷ്ട്രത്തിന്റെ എക്കോണമിയില് നീ എന്തിനാ പല സ്ഥലങ്ങളിലും പെൺകുട്ടികളെ പഠിപ്പിച്ചിട്ട് അവർ ജോലിക്ക് പോകണ്ട, ജോലിക്ക് പോയിച്ചിട്ട് നിങ്ങൾക്ക് കാശുണ്ടാക്കണ്ട. ഇങ്ങനെ അവിടെ സ്ത്രീ സ്വാതന്ത്ര്യം, സാമ്പത്തികമായിട്ട് ഒരു സ്ത്രീ കുറച്ച് സ്ട്രോങ് ആണെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ഒരു തന്നെ നിൽക്കാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ, ആരുടെയും ചെലവിൽ അല്ലെങ്കിൽ ആരുടെയും ഔദാര്യത്തിൽ വേണ്ടിയിട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥ വരുത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാട്ടിൽ പറയുന്നത് പഠിപ്പിച്ച ഒരു ജോലി കിട്ടൂ, ഭർത്താവിനെ കാത്തിരിക്കേണ്ട, കുട്ടികളെ മക്കളെ കാത്തിരിക്കേണ്ട, സ്വന്തമായിട്ട് ജീവിക്കാൻ അവർക്ക് ഒരു വരുമാനമുണ്ടെങ്കിൽ അതെപ്പോഴും അവരുടെ സാമ്പത്തിക വിധത്തില് ഉള്ളവരും. അപ്പൊ അതിനുള്ള സ്വാതന്ത്ര്യം, പണിയെടുക്കാനുള്ള സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് കൊടുക്കണം. പണ്ടൊക്കെ ഇതേമാതിരി വീടിന്റെ അകത്ത് തന്നെ പൂട്ടിയിട്ടിരുന്നു, അടുക്കളയില് വെച്ച് കുക്ക് ചെയ്യാൻ മാത്രം
അല്ലെങ്കിൽ കടപ്പറയിലെ ഭർത്താവിനെ സൂചിപ്പിക്കുക, അല്ലെങ്കിൽ അങ്ങേരുടെ കുട്ടികളെ വളർത്തുക, ഇത്ര മാത്രം ഒരു സ്ത്രീയുടെ വർക്ക്, ബാക്കി പണിയൊന്നും നിങ്ങൾക്ക് ചെയ്യേണ്ടതല്ല എന്നുള്ള ഒരു ധാരണ അത് മാറ്റണം. പിന്നത്തെ പറയുന്നത്, ഒരു സ്ത്രീയും എത്രത്തോളം രാവിലെ വെളുപ്പിന് 4 മണി തൊട്ട് രാത്രി വരെ പണിയെടുത്താലും, കണ്ടിന്യൂസ് ആയിട്ട് പണിയെടുത്താലും അതിന് ഒരു പ്രാധാന്യവും ഇല്ല. അത് നിന്റെ ഡ്യൂട്ടിയാണ്, നിന്റെ ധർമ്മമാണ്. അതേസമയം ഇത് അതിനെ അവർക്ക് ഒരു എക്കോണമിക്കലി ഇതേ വർക്ക് അവർ പുറത്ത് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അതിനുള്ള സാലറി കിട്ടുന്നു. അപ്പൊ അങ്ങനെ ഒരു ഡൊമസ്റ്റിക് വർക്കിനെ സാധാരണ സ്ത്രീകൾക്ക് ഇതൊരു സെറ്റപ്പാണ്. നിങ്ങൾ ചെയ്യണം. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യണം. അതുവരെ ഉള്ളു. അതുകൊണ്ടാണ് സാധാരണ സ്ത്രീകൾ അമ്മമാര് പറയാറുണ്ട്, അവൾക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യം, അവൾക്ക് കിട്ടുന്ന ഫ്രീ ടൈം, കല്യാണം കഴിച്ച് പോകുന്നവരെ എൻ്റെ കൂടെ ഇരിക്കുമ്പോഴെങ്കിലും അവൾ ഇത്തിരി സുഖമായിട്ട് ജീവിച്ചോട്ടെ, നാളെ ഭർത്താവിന്റെ കൂടെ പോയി കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ അനുഭവിക്കാൻ പോണോന്ന് അറിയില്ല എന്ന് അമ്മമാർക്ക് അവർക്ക് തോന്നാറുണ്ട് പെൺകുട്ടികളോട്. അപ്പൊ അങ്ങനെ ഒരു കാരണങ്ങൾ നമ്മൾ കാണാറുണ്ട്. അതായത് വീടിന്റെ അകത്ത് തന്നെ വ്യത്യാസങ്ങൾ. പിന്നെ ഞാൻ പറയുന്നത് എന്താ വെച്ചാല്, സ്ത്രീകളോടുള്ള വയലൻസ്, എന്തൊരു വയലൻസാ ഇപ്പൊ നാട്ടിൽ കാണുന്നത്. എന്തൊക്കെ തരത്തിലാണ് വയലൻസ്. ചെറിയ 4 വയസ്സുള്ള കുട്ടി തൊട്ട് 60 വയസ്സുള്ള സ്ത്രീകളെ വരെ, 80 വയസ്സുള്ള സ്ത്രീകളെ വരെ, എന്തിനാ ഇത്രത്തോളം ആ അബലയായ ഒരു സ്ത്രീ, അല്ലെങ്കിൽ ശാരീരികമായിട്ട് അവർക്ക് കുറച്ച് ബലം കുറവായിരിക്കും, പക്ഷെ മാനസികമായിട്ട് സ്ത്രീകളുടെ നല്ല ധൈര്യം ഉണ്ടാവും. പക്ഷെ അതിനെ സ്ത്രീകളെ ഉപദ്രവിക്കുക എന്നുള്ളത് വളരെ കാര്യമായിട്ട് നടന്നു വരുന്ന ഒരു പ്രവൃത്തികളാണ്. ഇപ്പൊ തന്നെ നമ്മൾ നാട്ടിൽ പല കേസുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കോടതിയിൽ. ഞാൻ അതിനെപ്പറ്റി ഒന്നും എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്ന പല കോടതികളും അവർക്ക് വയലൻസ് മാത്രമല്ല, അവരെ കൊന്നുകളയാൻ, ഒരു ആക്സിഡന്റ് ആക്കി കളയാൻ, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, പാമ്പ് കടിച്ചു മരിച്ചു, ഗ്യാസ് പൊട്ടി മരിച്ചു, ഇതൊക്കെ വയലൻസ് അല്ലേ നാട്ടില്? സ്ത്രീകളോടുള്ള വയലൻസ് എന്താ? അവര് കുടുംബത്തിലേക്ക് വേണ്ട പൈസ അല്ലെങ്കിൽ കൂടുതൽ പൈസ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ള ഒരു കാരണമായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണമായിരിക്കാം. അപ്പൊ നമുക്കറിയാൻ പറ്റില്ല ഏതൊക്കെ തരത്തിലാണ്, എങ്ങനെയൊക്കെയാണ് സ്ത്രീകളോട് വയലൻസ് ഓരോരുത്തർ നടത്തിക്കൊണ്ട് ഈ സ്ത്രീ പുരുഷ ഭേദത്തിലുള്ള വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ ഇതിന്റെ ഈ വിധത്തിലുള്ള വിചാരങ്ങൾ എപ്പോൾ മാറ്റിയാൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ടും കുറച്ചുകൂടെ നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുകയുള്ളൂ. ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ ഫെമിനിസ്റ്റ് കൺസെപ്റ്റ്, അതായത് പുരുഷാധിപത്യം എന്ന് പറയാം. പാട്രിയാർക്കി എന്ന് വെച്ചാൽ പുരുഷാധിപത്യം. അത് നമ്മളുടെ കേരളത്തിൽ വളരെ കാര്യമായിട്ട് കാണുന്നുണ്ടത്. പണ്ടത്തെ കഥകളൊക്കെ എടുത്തു നോക്കിയാൽ, പണ്ടത്തെ സിനിമകൾ നോക്കിയാൽ, പുരുഷൻ എന്ത് തെറ്റ് ചെയ്താലും ഒരു കുഴപ്പമില്ല, സ്ത്രീ ചെയ്യാൻ പാടില്ല. അതേ തെറ്റ് സ്ത്രീ ചെയ്തു കഴിഞ്ഞാൽ അവരെ വളരെ വിധമായിട്ട്, വളരെ മോശമായിട്ട് പുറത്ത് കാണിക്കുക. അപ്പോ ആ ആധിപത്യം, പുരുഷന്റെ ആധിപത്യം കാരണമാണ് നമുക്ക് കൂടുതലായിട്ടും ദേഷ്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ റോള്, സ്ത്രീയുടെ റോള് എന്താ? റീപ്രൊഡക്ഷൻ മാത്രം, അല്ലെങ്കിൽ കുട്ടികളെ ജനിപ്പിക്കുക മാത്രം. ഈ ക്യാപിറ്റലിസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഒരു വിധത്തിൽ പല വിധത്തിലും സ്ത്രീനെ ചൂഷണം ചെയ്യുന്നുണ്ട് ആൾക്കാര്. അങ്ങനെ ചൂഷണം ചെയ്യുമ്പോൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും മോറലായിട്ടും സമാധാനമില്ലാത്ത വിധത്തിൽ എന്തിനാ ഈ പുരുഷൻ മേധാവിത്വം കാണിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഈ ഫെമിനിസ്റ്റ് ഇത്രയും സ്ട്രോങ് ആയിട്ട് ഈ പ്രാക്ടീസിനൊക്കെ അവരെ എതിർക്കാനുള്ള കാരണം. കുറെ കാലം കഴിഞ്ഞാൽ, പണ്ട് ഒരു ഹിസ്റ്ററിയിൽ ഒരു കഥയുണ്ട്, സ്ത്രീകൾ മേൽവസ്ത്രം ധരിക്കാൻ പാടില്ല എന്നുള്ളത്. കഥയിലുള്ളതാണ്, ചരിത്രത്തിലുള്ളതാണ്, ഞാൻ അതിനെപ്പറ്റി കൂടുതൽ കടക്കുന്നില്ല. മേൽവസ്ത്രം സ്ത്രീകൾ ധരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ വലിയ ആഢ്യന്മാർ മാത്രമേ ധരിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ ഒരു ചൂഷണം ചെയ്യുക. ആ ചൂഷണത്തിൽ നിന്ന് അവർക്ക് ഈ ഫെമിനിസ്റ്റിന്റെ ഐഡിയാസ് മനസ്സിൽ വരികയാണ്, അല്ലെങ്കിൽ അവർ അതിനെപ്പറ്റി വളരെ കാര്യമായിട്ട് മനസ്സുകൊണ്ട് നൊന്തിട്ടാണ് അങ്ങനെ ഒരു ലെവലില് എത്രത്തോളം അതിനെ അടിച്ചമർത്തുന്നു അത്രത്തോളം അത് നമ്മൾ
തിരിച്ച് റിയലൈസ് ചെയ്ത് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഇതിവിടെ പറയുന്നത് ഒരു കൺസെപ്റ്റ് എന്താന്ന് വെച്ചാൽ, ഒരു ചരിത്രപരമായും കൾച്ചർ പരമായും ഈ ജെൻഡറിനെ അല്ലെങ്കിൽ ഈ ലിംഗഭേദ സപ്രഷനെ അല്ലെങ്കിൽ ലിംഗഭേദ അടിമത്തത്വനെ ഒതുക്കണം. ഇനി ഇതിന് ഈ പാട്രിയാർക്കി അല്ലെങ്കിൽ പുരുഷ മേധാവിത്വത്തിന് 3 തരത്തിലുള്ള വ്യൂസ് ഉണ്ട്. ഒന്ന് പറയുന്നു പാരമ്പര്യമായിട്ട് ബേസ്ഡ് ഓൺ ബർത്ത്, അതാണ് ജന്മമായിട്ട് കിട്ടുന്ന, ട്രഡീഷണൽ ആയിട്ട് പറയാം ബർത്ത്, ജനിക്കുന്ന കുട്ടി ആണോ പെണ്ണോ. രണ്ടാമത്തത് പറയുന്നത് സമൂല്യമായ ഫെമിനിസ്റ്റ് വ്യൂ. എന്ന് പറയുമ്പോൾ സമതലത്തിൽ ഉള്ള ആ സമയത്ത് നടക്കുന്ന സാമൂഹ്യമായ വ്യൂ. പിന്നെ വരുന്നത് സ്ഥിതിഗതി സമാധിവാദി, സോഷ്യലിസ്റ്റ് വ്യൂ. ഈ 3 തരത്തിലാണ് നമ്മൾ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. ഇനി ലിംഗത്തിനെ പറ്റിയുള്ള കോൺസെപ്റ്റ്സും തിയറിയും, ഈ ലിംഗവ്യത്യാസം അല്ലെങ്കിൽ ഈ വ്യത്യാസത്തിന് വന്നത് 70-ലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു 70-ലാണ് ഇതിനെപ്പറ്റി പതുക്കെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയത്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ, ഇതിനെ വലിയ ഒരു ലൈൻ ഇടുക, ഡീകാമറേഷൻ എന്ന് പറയുമ്പോൾ ഒരു ലൈൻ ഇടുക. ബയോളജിക്കലി സെക്സ് ഡിഫറൻസും അവരുടെ പെരുമാറ്റവും അവരുടെ കഴിവുകളും ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചിട്ട് വ്യത്യാസങ്ങൾ ഇങ്ങനെ ചെയ്യാം, ആൺകുട്ടികൾ ഇങ്ങനെ ചെയ്യും, പെൺകുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നുള്ള ഒരു വ്യത്യാസം, ഒരു വിശകലനം ചെയ്തിട്ടാണ് ഈ ലൈൻ അവിടെ വരയ്ക്കുക. ബയോളജിക്കൽ എന്ന് പറയുമ്പോൾ ശരീരപരമായിട്ടുള്ള കഴിവുകൾ. ഇപ്പോൾ ഈ പ്രസന്റ് കണ്ടീഷനിലും എല്ലാ കുട്ടികളും പെൺകുട്ടികളും എല്ലാ ഏരിയയിലും ഈവൻ എയർക്രാഫ്റ്റ് വരെ എടുക്കുന്ന സ്ത്രീകളുണ്ട്. അപ്പോൾ നമ്മൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഉദാഹരണമാണത്. അപ്പോ ഈ ആൻ ഓക്ലേസ് അന്നത്തെ കാലത്ത് പറഞ്ഞത്, സെക്സും ജെൻഡറും ഒരു സൊസൈറ്റിയിലെ ഗ്രൗണ്ട് ഫ്ലോർ അല്ലെങ്കിൽ എക്സ്പ്ലോറേഷൻ കൺസ്ട്രക്ഷൻ ഓഫ് ജെൻഡറിന്റെ അല്ലെങ്കിൽ ലിംഗഭേദത്തിന്റെ ഗ്രൗണ്ട് ഫ്ലോർ ആണ് അല്ലെങ്കിൽ ഗ്രൗണ്ട് ലെവലിലാണെന്ന് അങ്ങനെ പറഞ്ഞിരുന്നു. ഇനി വെസ്റ്റേൺ കൾച്ചറിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഡിഫറൻസസ്, സോഷ്യൽ ആയിട്ടുള്ള ഡിഫറൻസസ്. അവിടെ ഒരു സ്ത്രീനെ മദറായിട്ടോ അല്ലെങ്കിൽ ഭാര്യയായിട്ടോ അല്ലെങ്കിൽ വീട്ടിലുള്ള ഒരു ചട്ടക്കൂടിന്റെ അകത്തിൽ ഒതുക്കുന്നത് അവർ കുറച്ച് കുറവാണ് നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഇനി എന്താണ് സ്ത്രീ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് തിയറി എന്താണ്? ഫെമിനിസ്റ്റ് തിയറിയിൽ അവരെന്താണ് ഡിമാൻഡ് ചെയ്യുന്നത്? അവർ പറയുന്നത് പ്രൊമോഷൻ, അവർക്ക് കിട്ടേണ്ടുള്ള സ്വാതന്ത്ര്യം, അവരുടെ ഇൻട്രസ്റ്റിനെ മാനിക്കുക, അവർക്ക് കിട്ടേണ്ടുള്ള ഈക്വലൈസ് ആയിട്ടുള്ള വ്യത്യാസങ്ങളിനെ മാറ്റിക്കൊടുക്കുക. പുരുഷ മേധാവിത്വം കൂടാണ്ട് സ്ത്രീ മേധാവിത്വം വേണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നത്, 2 പേർക്കും ഈക്വൽ ആയിട്ട്, ഒരു ക്ലാസ്സില് 2 തട്ടുണ്ടെങ്കിൽ അതിൽ ഒന്നിൽ സ്ത്രീ ആണെങ്കിൽ ഒന്നിൽ പുരുഷൻ, അപ്പൊ 2 പേർക്കും ഈക്വൽ ആയിട്ടുള്ള ചാൻസസ് കൊടുക്കണം എന്നുള്ളതാണ് നമ്മളുടെ അഭിപ്രായം. ഈക്വൽ റൈറ്റ്സ് കിട്ടണം. അതേമാതിരി സ്ത്രീക്കുള്ള പ്രൊട്ടക്ഷനും അല്ലെങ്കിൽ അവർക്ക് വേണ്ട വിധത്തിലുള്ള സൗകര്യങ്ങൾ കൊടുക്കുക. ലീഗലായിട്ടും ഒരു അച്ഛൻ മരിച്ചുപോയി, അച്ഛന്റെ സ്വത്തിന്റെ അവകാശം പെൺകുട്ടികൾക്കും കിട്ടണം എന്നുള്ള ഒരു ലെവല്. പെൺകുട്ടീനെ കുറച്ച് പൈസ ചെലവാക്കി കല്യാണം കഴിപ്പിച്ചു കൊടുത്തുകൊണ്ട് അവർക്ക് അച്ഛന്റെ സ്വത്തിൽ അധികാരമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ പണം, ഈ ധനം, ഓരോരുത്തരുടെ പവർ കൂട്ടി വരുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ ലീഗൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടൊക്കെ സ്ത്രീകൾ എടുക്കേണ്ടി വരുന്നത്. അവർക്ക് കിട്ടാത്തതിനെ അവർ പിടിച്ചു മേടിക്കാനായിട്ട് ഫെമിനിസ്റ്റ് ഐഡിയാസ് വഴി അവർ പുറത്തേക്ക് കൊണ്ടുവരുന്നു. അതിൽ തെറ്റില്ല. പക്ഷെ അതിനുള്ള ചാൻസിനെ കുറച്ച് നമ്മൾ എത്രത്തോളം ഈക്വലൈസ് ചെയ്ത് ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും ശരി സെൻട്രൽ ഗവൺമെന്റ് ആയാലും ശരി അതിന് വേണ്ട വിധത്തിലുള്ള ലീഗൽ റൈറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ള പ്രശ്നങ്ങൾ കുറയും. ഇനി നമുക്ക് ഫെമിനിസ്റ്റിന്റെ 70-ല് വളരെ പ്രശസ്തി തേടി. ഇനി ഇവർക്ക് സൊസൈറ്റിയിലുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു വർക്കിംഗ് ഫോർ എന്താ പറയാ, പണിയെടുക്കുമ്പോൾ സൊസൈറ്റിയിലെ ഈക്വാളിറ്റി കിട്ടണം. ആൺമേധാവിത്വം ഇല്ലാണ്ട് പെൺകുട്ടികൾക്കും വർക്ക് ചെയ്യുന്നവർക്കും ഈക്വൽ ആയിട്ടുള്ള സാലറി കിട്ടുക.
എന്തൊക്കെ ചോയ്സ്, ഏതൊക്കെ വിധത്തിൽ എനിക്ക് താല്പര്യമുള്ള ജോലിയിൽ എന്നെ ചെയ്യാൻ എനിക്ക് ജോലി ചെയ്യാനുള്ള അവകാശം കിട്ടുക. ഇതൊരു ഒരു പോളിസിയാണ്. ഇനി ഒരു 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 വ്യത്യാസം അല്ലെങ്കിൽ ഈ ആൺ പെണ്ണുള്ള വർഗീകരണം നിർത്തുക. ഇങ്ങനെ ഫിനിഷിങ് സെക്ഷൽ വയലൻസ് അല്ലെങ്കിൽ സ്ത്രീകളെ ഉപദ്രവിക്കുക, ശാരീരികമായിട്ടുള്ള അവർക്ക് ഉപദ്രവം നിർത്തുക. അവർക്ക് കുട്ടികൾ വേണമോ വേണ്ടായോ, ഞാൻ പ്രസവിക്കാൻ, എനിക്കൊരു കുട്ടി വേണം, അല്ലെങ്കിൽ ഞാൻ പ്രസവിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ എനിക്ക് സൗകര്യം, അതിനുള്ള അവർക്ക് ഫ്രീഡം അങ്ങനെ കൊടുക്കണം എന്നുള്ളതാണ് ഇവരുടെ അഭിപ്രായങ്ങൾ. ഇനി ഈ ഡിവിഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഹിസ്റ്ററിയിൽ കാണുന്നുണ്ട്, 3 waves ആയിട്ട് പറയുന്നു. ഒറ്റയടിക്ക് പെട്ടെന്നായിട്ട് ഫെമിനിസം വന്നിട്ടില്ല, 3 wave ആയിട്ട് വരുന്നു. ആദ്യമായിട്ട് തുടങ്ങുന്നത് 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലും. അതിന്റെ ഈ വേവ്സിന് ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ തുടങ്ങി പതുക്കെ ഇപ്പോൾ 60-70 ആകുമ്പോൾ കുറച്ചുകൂടെ വിശദകരമായി. ഇപ്പോൾ ഈ പ്രസന്റ് സമയത്ത് നമുക്ക് 1990 തുടങ്ങി ഈ കാലഘട്ടങ്ങളിൽ വളരെ കാര്യമായിട്ട് അതിന്റെ വ്യത്യാസം കാണുന്നുണ്ട്. എന്താണ് ലിബറൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ലിബറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫെമിനിസത്തിന് ഒരു ഇക്വാളിറ്റി, പൊളിറ്റിക്കൽ ആയാലും ശരി, ലീഗൽ ആയാലും ശരി, രാഷ്ട്രീയമായാലും ശരി, ആണിനും പെണ്ണിനും ഒപ്പമുള്ള വ്യത്യാസം, അതിനെ ഒപ്പം കൊണ്ടുവരിക. ഇക്വിറ്റി, നമ്മൾക്ക് അസറ്റ്സ് എടുക്കുന്നുണ്ട്, ഇൻഡിവിജ്വൽ ഫോം ഓഫ് ഫോക്കസ് ഓൺ ഒരു സ്ത്രീയുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുക, ഒരു സ്ത്രീയുടെ ധർമ്മത്തിനെ പ്രോത്സാഹിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ വികാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, അവർക്ക് കഴിയുന്ന കാര്യങ്ങളിൽ അവർക്കുള്ള സ്വാതന്ത്ര്യം കൊടുത്ത, ലിബറലായിട്ട് അവർക്ക് ചെയ്യാനുള്ള അധികാരം കൊടുക്കുക. ഇനി ഒരാണിനും പെണ്ണിനും ഒരുമിച്ചുള്ള ഈ ഇന്ററാക്ഷൻ കാരണം, അല്ലെങ്കിൽ ഒരു സൊസൈറ്റിനെ നന്നാക്കാനുള്ള ഒരു ചാൻസസ് അവർക്ക് കൂടുതലാണ്. എപ്പോഴാണ് അവർക്ക് ആ സ്വാതന്ത്ര്യം, ഒരു വ്യത്യാസമില്ലാത്ത ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നത്, അവര് ഒരുമിച്ച് നന്നാക്കി കൊണ്ടുവരുമ്പോൾ ഒരു സമൂഹം നന്നാകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ സമൂഹത്തിനെ സ്ട്രക്ചർ ചെയ്ത് കൊണ്ടുവരേണ്ടത്. ഇനി ഈ ഇതെല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് നോക്കുമ്പോൾ നമ്മളുടെ ഈ സ്റ്റഡീസ്, പല വിധത്തിലുള്ള സ്റ്റഡീസ് ഇവിടെ നടന്നിട്ടുണ്ട്. സ്റ്റേറ്റിനെ പറ്റിയും അല്ലെങ്കിൽ രാഷ്ട്രത്തിനെ പറ്റിയും നമ്മളുടെ ഇന്ത്യ ചരിത്രത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് വളരെ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. പഴയ കാലങ്ങളെ അനുസരിച്ച് നോക്കുമ്പോൾ ഒരുപാട് സ്റ്റഡീസ് ഇതിനെപ്പറ്റി നടത്തി, ഒരുപാട് റിസർച്ച് ചെയ്തു, ഒരുപാട് വ്യത്യാസങ്ങൾ കൊണ്ടുവച്ചു. പലരും നമ്മൾ സ്വാതന്ത്ര്യ സമയത്ത് വിമൺ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ രാജാ റാം മോഹൻ റായിന്റെ ടൈമിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സ്ത്രീകൾ മരിച്ചു കഴിഞ്ഞാൽ, ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പ്രാക്ടീസിങ് സതി, നിർബന്ധപൂർവമായിട്ട് സതി പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് പറ്റില്ല. പിന്നെ വിഡോഹുഡ്, അതിനെ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് പുനർവിവാഹം സമ്മതിച്ചിരുന്നില്ല. അങ്ങനെ സ്ത്രീനെ സാമൂഹികമായും ശാസ്ത്രീയമായും മാനസികമായും പീഡിപ്പിച്ചുകൊണ്ടിരുന്ന കാലങ്ങളിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ പ്രസന്റ് കണ്ടീഷനിൽ വളരെ വ്യത്യാസങ്ങൾ നമ്മൾ സ്ത്രീ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ ദുരുപയോഗപ്പെടുത്താണ്ട് നല്ല വിധത്തിൽ ഉപയോഗിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അടുത്തതായിട്ട് അടുത്ത ലെസൺ എന്ന് പറയുന്നത്, നമ്മൾ പോകുന്നത് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ലെസനാണ്. യൂണിറ്റ് 9. സിറ്റിസൺഷിപ്പ് എന്ന് വെച്ചാൽ എന്താ? പൗരത്വം. ഞാൻ ഇന്ത്യയിൽ ജനിച്ചു, അപ്പോൾ ഞാൻ ഇന്ത്യൻ പൗരനായി. എവിടെ ജനിക്കുന്നു ആ രാജ്യത്തിന്റെ പൗരൻ. അതാണ് ഒരു പൗരത്വത്തിന് ഒരു ഇൻഡിവിജ്വൽ ആയിട്ട്, അല്ലെങ്കിൽ ഞാൻ ജനിക്കുന്ന സ്ഥലവുമായിട്ടും എനിക്കുള്ള റിലേഷൻഷിപ്പ് അതാ. ആരുടെ മകനായിട്ട് ജനിക്കുന്നു എന്നല്ല ചോദിക്കുന്നത്, ഏത് രാജ്യത്ത് ജനിക്കുന്നു എന്നാണ്. അപ്പൊ ഏത് രാജ്യത്ത് ജനിക്കുന്നോ അവിടത്തെ സിറ്റിസൺഷിപ്പ്, അതാണ് സിറ്റിസൺഷിപ്പിന്റെ വ്യത്യാസം. നമ്മൾ മാർഷൽ പറയുന്നുണ്ട്, ഒരു ഫുള്ളി ഈക്വൽ ആയിട്ട് പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റിയിൽ, നമ്മളുടെ ഈ രാഷ്ട്രീയമായിട്ടുള്ള ഒരു കൂട്ടായ്മയിൽ നമ്മൾ ജനിക്കുമ്പോൾ അതിൽ കിട്ടുന്ന ബെനിഫിറ്റ് ആണ് നമ്മൾ സിറ്റിസൺഷിപ്പ് എന്ന് ഉദ്ദേശിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യകാലങ്ങളിൽ അടിമകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല.
വോട്ടിംഗ് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. ഒരു ഒരു ഇൻഡിവിജ്വലിന് എപ്പോഴാണോ അവൻ ആ രാജ്യത്തെ സിറ്റിസൺ ആവുന്നത്, അവന് അവിടെ ആ രാജ്യത്തിലുള്ള രാഷ്ട്രീയത്തിൽ പങ്കെടുത്ത് അവന്റെ പൗര അവകാശം സ്ഥാപിച്ചു കൊടുക്കാനും ഉള്ള ചാൻസസ് കിട്ടും. ഇത് നേരത്തെ ഉണ്ടായിരുന്നില്ല. അതാണ് നമ്മൾ വളരെ ഗ്രാജുവൽ ആയിട്ടാണ് ഈ സിറ്റിസൺഷിപ്പിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത്. വളരെ എന്താ പറയാന്ന് വെച്ചാൽ, ഇതിനെ പഴയ കാലങ്ങളിൽ ഇതിനെ സിറ്റിസൺഷിപ്പ് റൈറ്റ്സിനെ ഒഴിവാക്കിക്കൊണ്ടിരുന്നു. ആർക്ക് ഒഴിവാക്കിക്കൊണ്ടിരുന്നു? ഈ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി സ്ത്രീകൾക്ക് പറ്റില്ല, കുട്ടികൾക്ക് പറ്റില്ല, സ്ലേവ്സിന് പറ്റില്ല. ഈവൻ അമേരിക്കൻ ഹിസ്റ്ററിയിൽ പറയുന്നുണ്ട്, അമേരിക്കൻ വാർ ടൈമിലൊക്കെ പ്രഭുക്കന്മാര് മാത്രം റൈറ്റ്, അതായത് പ്രഭു അല്ലെങ്കിൽ ഒരുപാട് സ്ഥലമുള്ള അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിലെ സ്ഥാനം ഉള്ള ആൾക്ക് മാത്രമേ വോട്ടിംഗ് അവകാശം ഉണ്ടായിരുന്നുള്ളൂ, വോട്ടവകാശം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു കാലം ഉണ്ടായിരുന്നു, നിങ്ങൾ 3 പേര് ഒരുമിച്ച് ചേർന്ന് ഒരു വോട്ടിംഗ്. അപ്പൊ അങ്ങനത്തെ ഈ സിസ്റ്റംസ് ഒക്കെ നമ്മൾ എറർ ആൻഡ് ട്രയൽ എന്നുള്ള ലെവൽ പല വിധത്തിലും വന്നിട്ടാണ് ഈ പ്രസന്റ് സ്റ്റേജിലേക്ക് നമ്മൾക്ക് ഒരാൾക്ക് ഒരു വോട്ട് എന്നുള്ള ലെവലിലേക്ക് വന്ന് നിൽക്കുന്നത്. അപ്പൊ എത്രത്തോളം ചരിത്രപരമായും രാഷ്ട്രീയപരമായും അവരുടെ അനുഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഈ സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ പൗരത്വം ഒരു കാരണവശാലും ഒരാളെയും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അയാള് ജനിച്ച സ്ഥലത്ത് അയാൾക്ക് കിട്ടാനുള്ള റൈറ്റ്സ് അയാൾക്ക് കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ അയാളുടെ അവകാശമാണത്. സിറ്റിസൺഷിപ്പ് അയാളുടെ അവകാശമാണ്. എവിടെ ജനിക്കുന്നു അവിടുത്തെ അവകാശമാണ്. ആ അവകാശത്തിന് ഒരു കാരണവശാലും നോ പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ എതിർക്കാൻ പറ്റില്ല. ഇതിനെ നമ്മൾ എപ്പോഴാണോ ഈ സിറ്റിസൺഷിപ്പിനെ അല്ലെങ്കിൽ വളരെ അടിച്ചമർത്തിക്കൊണ്ടിരുന്നത്, ഒരിടത്ത് അമർത്തി വന്ന് കാലങ്ങളോളം വരുമ്പോഴാണ് ഈ അടിമകൾ വരുമ്പോഴാണ് ഇങ്ങനെ അമർത്തിപ്പെടുമ്പോൾ അവിടെ വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്നു. അങ്ങനെ വിപ്ലവത്തിന് ശേഷമാണ് നമ്മൾ പല വിധത്തിലുമുള്ള ഭരണങ്ങൾ അനുഭവിച്ച ശേഷമാണ് ഇപ്പോഴുള്ള പ്രസന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ കാലഘട്ടങ്ങളിലുള്ള ഡെമോക്രസി അല്ലെങ്കിൽ ജനാധിപത്യത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നത്. ആ ജനാധിപത്യത്തിൽ ഈ സിറ്റിസൺഷിപ്പിനെ പറ്റി അല്ലെങ്കിൽ പൗരധർമ്മത്തിനെ പറ്റി വളരെ കെയർഫുൾ ആയിട്ട് അല്ലെങ്കിൽ വളരെ ക്ലിപ്തമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും, അറിയാനും പറ്റും. ഈ പൗരധർമ്മം ഒരു രാജ്യത്തിന്റെ ഒരു ജനിക്കുന്ന ആള് അയാൾക്ക് അവിടെ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അങ്ങനെ വോട്ട് ചെയ്യാൻ അത് മാത്രമല്ല, വോട്ട് ചെയ്ത് എനിക്ക് എൻ്റെ വോട്ട് ആർക്ക് കൊടുക്കണം എന്ന് ഞാനാണ് ആലോചിക്കുന്നത്. അപ്പോൾ എനിക്ക് അതിനുള്ള അവകാശം, അതാണ് നമ്മൾ പറയാ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന്. ഈ ഫണ്ടമെന്റൽ റൈറ്റ് ഉപയോഗിച്ച് നമ്മൾ നമ്മളുടെ പ്രതിനിധികളെ ഇലക്ഷൻ മുഖാന്തരം അവരെ രാജ്യസഭയിലേക്ക് ലോക്സഭയിലേക്ക് അയക്കുന്നു, അവർ ഗവൺമെന്റ് ഫോം ചെയ്യുന്നു. ഇത് സാഹചര്യം ഉണ്ടായത് ഡെമോക്രസി അല്ലെങ്കിൽ ജനാധിപത്യ ഭരണത്തിലാണ് ഇത് നടക്കുക. അപ്പോ 20-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലും ഒരു വളരെ കുറച്ചുള്ള ആൾക്കാർക്ക് നമ്മൾ ഏതൻസിലോ സിറ്റി സ്റ്റേറ്റ്സിലൊക്കെ അവർക്കൊന്നും ഫുൾ ആയിട്ടുള്ള സിറ്റിസൺഷിപ്പ് ഉണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു, കാലക്രമേണ അത് മാറിക്കൊണ്ടിരുന്നു. അതുമാതിരി ഇവർക്ക് ചില ആൾക്കാർക്ക് അവരുടെ ഞാൻ നേരത്തെ പറഞ്ഞു, സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല അല്ലെങ്കിൽ വോട്ടവകാശമില്ല, അവരുടെ എലൈറ്റ് ആയിട്ടുള്ള ഫാമിലി ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു റിലീജിയൻ, ജൂസിന് വോട്ടവകാശമില്ല. അങ്ങനെ ഒരു വ്യത്യാസങ്ങളും ഇല്ലാണ്ട് ഇപ്പോൾ നമ്മൾക്ക് വോട്ടവകാശം കിട്ടുന്നുണ്ട്. നമ്മളുടെ ജന്മസ്ഥലം എവിടെയാണോ അല്ലെങ്കിൽ ഏത് രാജ്യത്തിലാണോ നമ്മൾ ജനിക്കുന്നത്, അത് മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, ജൂ ആയിക്കോട്ടെ, ഏത് മതത്തിൽ വിശ്വസിച്ചാലും വിരോധമില്ല. പക്ഷെ നമ്മൾക്ക് നമ്മളുടെ പൗരൻ, ആസ് എ പൗരൻ, നമ്മൾ ഒരു രാജ്യത്തിന്റെ പൗരൻ എന്ന പൗരധർമ്മം അത് അനുഭവിക്കാനുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഈ പല വിധത്തിലുള്ള സിറ്റിസൺഷിപ്പ് ഉണ്ട് അല്ലെങ്കിൽ പൗരധർമ്മമുണ്ട്. അതിനെ നമ്മൾ പറയുന്നത് 3 വിധത്തിൽ നമ്മൾ
പൗരധർമ്മത്തിനെ പറയും. ഒന്ന് സിവിൽ, ഒന്ന് പൊളിറ്റിക്കൽ, ഒന്ന് സോഷ്യൽ. സിവിൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമ്മളുടെ സാധാരണ തരത്തിലുള്ള മനുഷ്യന്മാര്. പൊളിറ്റിക്കലി അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള വരുമ്പോൾ അത് പൊളിറ്റിക്കൽ എന്ന് പറയും. സോഷ്യലായിട്ട് അല്ലെങ്കിൽ സൊസൈറ്റിയിൽ വരുമ്പോൾ അതിനെ നമ്മൾ സോഷ്യൽ സിറ്റിസൺ എന്ന് പറയും. ഇനി ഈ സിറ്റിസൺസിന് തന്നെ 2 വിധത്തിൽ പറയുന്നുണ്ട്. ഒന്ന്, സ്വതസിദ്ധമായ ജനിച്ചിട്ട് കിട്ടുന്ന സിറ്റിസൺഷിപ്പ്. നമ്മൾ ഇന്ത്യയിൽ ജനിക്കുമ്പോൾ നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ, നമ്മൾ ഇംഗ്ലണ്ടിൽ ജനിക്കുമ്പോൾ നമ്മൾ ബ്രിട്ടീഷ് സിറ്റിസൺ. പക്ഷെ ഈ സിറ്റിസൺഷിപ്പ് തന്നെ പിന്നെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, നാച്ചുറലൈസ്ഡ്, അല്ലെങ്കിൽ അവിടെ വർഷങ്ങളോളം താമസിക്കുമ്പോൾ അവർക്ക് ആ ഭരണഘടനയിൽ ഇത്ര 10 വർഷം കഴിയുമ്പോൾ, നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്, അമേരിക്കയിൽ പോയി എനിക്ക് ഗ്രീൻ കാർഡ് കിട്ടി, അല്ലെങ്കിൽ എനിക്ക് സിറ്റിസൺഷിപ്പ് കിട്ടി. അപ്പോൾ സിറ്റിസൺഷിപ്പ് കിട്ടുമ്പോൾ നമ്മൾ അമേരിക്കയിൽ നമ്മുടെ ആൾക്കാർക്ക് അമേരിക്കയിൽ പോകുന്നുണ്ട്, കാനഡയിൽ പോകുന്നുണ്ട്, റഷ്യയിൽ പോകുന്നുണ്ട്, സിറ്റിസൺഷിപ്പ് കിട്ടുന്നുണ്ട്. ആ സിറ്റിസൺഷിപ്പ്, അവരുടെ സിറ്റിസൺഷിപ്പ് കിട്ടണമെങ്കിൽ മിനിമം ഇത്രയും കൊല്ലം അവിടെ താമസിച്ചിരിക്കണം, അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്തിരിക്കണം. അതിനാണ് നമ്മൾ നാച്ചുറലൈസ്ഡ് എന്ന് പറയുക. അങ്ങനെ ഇവിടെ ഇന്ത്യയിൽ തന്നെ രാജീവ് ഗാന്ധിനെ കല്യാണം കഴിച്ച ശേഷമാണ് സോണിയാഗാന്ധി ഇറ്റാലിയൻ സിറ്റിസൺഷിപ്പ് ഉള്ള ഒരു സ്ത്രീ ഇന്ത്യൻ സിറ്റിസൺഷിപ്പായിട്ട് മാറിയത്. ഇവിടെ വന്ന് താമസിച്ചു, ഇവിടത്തെ പൗരനെ കല്യാണം കഴിച്ചു, ഇവിടെ ജീവിക്കുന്നു, ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പൊ അവര് നാച്ചുറലൈസ്ഡ് ആണ്. ബൈ ബർത്ത് റൈറ്റ് കിട്ടുന്ന, ജന്മം കൊണ്ട് കിട്ടിയ സിറ്റിസൺഷിപ്പ് അല്ല, ഇന്ത്യയിൽ ജീവിച്ച കാലം കൊണ്ട് കിട്ടുന്നു. അതേമാതിരി ഇവിടെ നിന്ന് പുറത്തു പോയി ജീവിക്കുന്നവർക്കും അവരുടെ പൗരത്വം മാറുന്നത് അവിടത്തെ ആ കൺട്രിയിലുള്ള അത് അമേരിക്ക ആയാലും ശരി, ഇംഗ്ലണ്ട് ആയാലും ശരി, ഇസ്രായേൽ ആയാലും ശരി, എത്ര കാലം ജീവിക്കുന്നു, അവരുടെ നോംസ്, അവരുടെ കണ്ടീഷൻസ് പ്രകാരം ജീവിച്ചതിന് ശേഷമായിരിക്കും ആ സിറ്റിസൺഷിപ്പ് മാറുക. അങ്ങനെ ഒരു സിറ്റിസൺഷിപ്പ് മാറുന്ന സമയത്ത് ഒരാൾക്ക് 2 സിറ്റിസൺഷിപ്പ് പാടില്ല. നമ്മളുടെ സ്വന്തം സിറ്റിസൺഷിപ്പ് നമ്മൾ അവിടെ സറണ്ടർ ചെയ്യണം. സറണ്ടർ ചെയ്യാൻ മാത്രമല്ല, നമ്മൾ അവിടെ വോട്ട് എടുക്കണം. ഈ അമേരിക്കയിലൊക്കെ നമ്മൾ വോട്ട് എടുക്കണം. വോട്ട് എടുക്കുക എന്ന് വെച്ചാൽ അവരുടെ ചരിത്രത്തിനെ പറ്റി മുഴുവൻ പഠിക്കുക, അമേരിക്കൻ ഹിസ്റ്ററി മുഴുവൻ പഠിക്കുക, അതിനെ പരീക്ഷ എഴുതുക, അതിന് റിട്ടേൺ ടെസ്റ്റ് ഉണ്ട്. ആ റിട്ടേൺ ടെസ്റ്റിന് ശേഷം പിന്നെ അവർ ഇന്റർവ്യൂവിന് വിളിക്കും. അവരെ ഇന്റർവ്യൂവിന് വിളിച്ച ശേഷം അവർ ചോദിക്കുന്ന ഉത്തരങ്ങൾ കറക്റ്റായിട്ട് പറയണം. പറഞ്ഞ ശേഷം പിന്നെ ഒരു വോട്ടിംഗ് അല്ലെങ്കിൽ ഒരു വോത്തെടുക്കണം. അതായത് സത്യപ്രതിജ്ഞ ചെയ്യുക. ആ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് ശേഷം ഞാൻ എൻ്റെ ഈ രാജ്യത്തിന്റെ പൗരനായിട്ടുള്ള എല്ലാ വർക്കുകളും അതിൻ്റെ തരത്തിൽ ഞാൻ ചെയ്യുമെന്ന് സത്യം ചെയ്ത് എടുത്തതിന് ശേഷം നമ്മളുടെ പഴയ ഏത് രാജ്യത്തെ പൗരത്വമുണ്ടോ ആ പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം. അപ്പൊ അങ്ങനെ നമ്മളുടെ ഒരു പൗരന്റെ പൗരത്വത്തിനെ നിർത്തിയതിന് ശേഷമാണ് നമ്മൾ വേറൊരു രാജ്യത്തിന്റെ പൗരത്വം ഏർക്കുക. അതൊരു പ്രോസസ്സാണ്. അതിന്റെ ഓരോ കൺട്രിയിലും ഓരോ പ്രോസസ്സാണ്. ഇനി ഈ സിറ്റിസൺഷിപ്പ് എങ്ങനെയാണ് വന്നത്? പണ്ട് കാലത്ത് ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു 2 വിധത്തിലാണ് അവിടുത്തെ പോപ്പുലേഷൻ അല്ലെങ്കിൽ ജനതയെ വിഭജിച്ചിരുന്നത്. ഒന്ന്, ഹൈ ക്ലാസ് ലെവലിലുള്ള റോയൽ ബ്ലഡ് അല്ലെങ്കിൽ പരമ്പരാഗതമായി അവിടെ ജനിച്ചു വളർന്നവര്. പിന്നത്തെ ഒരു ഗ്രൂപ്പ് അടിമകള്. ഈ അടിമകൾക്ക് ഒരിക്കലും വോട്ട് ചെയ്യാൻ പറ്റില്ല. ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സില് അങ്ങനെയാണ് അവരെ പോപ്പുലേഷന് അല്ലെങ്കിൽ ടോട്ടൽ ആയിട്ടുള്ള ജനതയെ വിഭജിച്ചിരുന്ന. ഒരു ഗ്രൂപ്പ് അവിടുത്തെ പൗരന്മാര്, പിന്നെ ഒരു ഗ്രൂപ്പ് അടിമകള്. അപ്പൊ അടിമകൾക്ക് ഒരിക്കലും പവർ ഇല്ല, വോട്ട് ചെയ്യാൻ പാടില്ല. പിന്നെ അവിടെ സ്ത്രീക്ക് വോട്ടിംഗ് റൈറ്റ് ഇല്ല. കാരണം അവര് സ്ത്രീനെ അവര് ഒരു ആണിന് വേണ്ടി ജനിക്കുന്നു എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ സ്ത്രീ നോട്ട് എന്താ പറയാ, ആണിനൊപ്പത്തിനൊപ്പം ഇല്ല. അതുകൊണ്ട് സ്ത്രീ സ്വാതന്ത്ര്യം അവിടെ ഇല്ല. പഴയ കാലത്തെ റോമിലും ഒരു വലിയ ഗ്രൂപ്പ്, അതായത് പണക്കാരായ പെട്രീഷ്യൻസ് എന്നുള്ളവർക്ക് മാത്രമേ വോട്ടവകാശമുള്ളൂ.
അല്ലെങ്കിൽ അവർക്ക് മാത്രമേ അവരുടെ ഫണ്ടമെന്റൽ റൈറ്റിൽ ഉപയോഗിച്ച് അവർക്ക് രാഷ്ട്രീയമായ കാര്യങ്ങളിൽ ഇടപെടാനുള്ള സൗകര്യമുള്ളത്. പെട്രീഷ്യൻസ് എന്നാണ് ആ ഗ്രൂപ്പിന്റെ പേര് പറയുക. നമ്മള് അതായത് പണക്കാര്, വളരെ ധനാധിപനായ ലോർഡ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ അവരെ പറയുന്നത് ഫ്യൂഡൽ ലോർഡ്സ്, അല്ലെങ്കിൽ ധനികൻ എന്നുള്ളവർക്ക് മാത്രം റൈറ്റ്. അപ്പോൾ സാധാരണ ലെവലിൽ ജനിക്കുന്ന ആൾക്കാർക്ക് രാഷ്ട്രത്തിന്റെ ഭരണഘടനയിൽ അഭിപ്രായം പറയാനോ അംഗീകാരം ചെയ്യാനോ ഇല്ല. പിന്നെ ഒരു ഗ്രൂപ്പിൽ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ വിധത്തിലുള്ള, നമുക്ക് പറയും സിവിക് വെർച്യു എന്ന് പറയുന്നത് അതിനായിട്ടുള്ള ധർമ്മം, അല്ലെങ്കിൽ അതിനുള്ള ആ മാൻലിനെസ്. നിങ്ങൾ സാധാരണ നമ്മള് റോമില്, ഏതൻസിലും റോമിലൊക്കെ അന്നത്തെ കാലങ്ങളിൽ ജനിക്കുന്ന ആൺകുട്ടികളെ ഒരുപാട് മേലെ കൊണ്ടുപോയി, മലമുകളിൽ കൊണ്ടുപോയി. കാരണം അവിടെ സ്പാർട്ടൻ ആൻഡ് ഗ്രീക്ക് ടൈമില് അവർ കൊണ്ടുപോകും, കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ട് മലമുകളിൽ കൊണ്ടുപോയി ഉരുട്ടിവിടും, താഴേക്ക് ഉരുട്ടിവിടും. കാരണം എന്താന്ന് വെച്ചാൽ ഹെൽത്തി ആയിട്ടുള്ളവർ വേണം. നാളെ ഈ ആൺകുട്ടി വലുതായി വരുമ്പോൾ അവൻ ഒരു സോൾജർ വരണം. ഫിസിക്കലി ഹെൽത്തി ആയിട്ടുള്ളവർ. ഉരുണ്ട് താഴെ വരുമ്പോഴത്തേക്കും ജീവനുള്ള കുട്ടികൾക്കേ പിന്നെ ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു അവിടെ. കാരണം ഒരു ഫിസിക്കലി ധൈര്യമുള്ള, അല്ലെങ്കിൽ ഫിസിക്കൽ സ്ട്രെങ്ത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം നാളെ ഒരു ഭടനായിട്ട് പോകുമ്പോൾ പല വിധത്തിലുള്ള ഫിറ്റ്നസ് വേണം. ആ ഫിറ്റ്നസ് ഉള്ള കുട്ടികൾ ജീവിച്ചാൽ മതി. നമ്മള് സാധാരണ ഇവിടെ കേരളത്തിൽ കാണാറുണ്ട്, ഒരു വാഴ കുഞ്ഞുങ്ങള് കുറെ പൊട്ടി വരുമ്പോ ചവിട്ടി കളഞ്ഞിട്ട് 1 or 2 മാത്രമേ വെക്കുള്ളൂ. കാരണം അത്രയും വീക്കായിട്ടുള്ളത് വേണ്ട. അപ്പൊ അതേമാതിരി റോമിലൊക്കെ ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. കുട്ടികളെ മേലെ കൊണ്ടുപോവുക, എന്നിട്ട് മലമുകളിൽ നിന്ന് ഉരുട്ടി വിടുക. ജീവനുള്ളവര് നാളെ വലുതായി വരും, ഇല്ലെങ്കിൽ അത് ആ ഉരുട്ടി പറഞ്ഞതിന് മുമ്പ് ആ കുട്ടി മരിച്ചു. അപ്പൊ അങ്ങനെ ആ വെർച്യു മാൻലിനെസ്സിനാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ. ഒരു മാൻലിനെസ് എന്ന് പറയുമ്പോൾ ഒരു ആണത്വം അല്ലെങ്കിൽ പൗരുഷം. ആ പൗരുഷം നല്ല വിധത്തിൽ മിലിറ്ററി ഡ്യൂട്ടി ചെയ്യാൻ പറ്റുന്ന കുട്ടിയായിരിക്കണം. രാഷ്ട്രത്തിനോട് സ്നേഹമുള്ള കുട്ടിയായിരിക്കണം. എല്ലാ രാഷ്ട്രത്തിന്റെ ഡ്യൂട്ടീസും അതിന്റെ അതേ പ്രകാരം നടത്തി വരുത്താൻ താല്പര്യം അല്ലെങ്കിൽ പറ്റുന്ന അങ്ങനത്തെ കുട്ടികൾ ജനിച്ചാൽ മതി എന്നുള്ള ഒരു കൺസെപ്റ്റ് അവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ആശയം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ. പിന്നെ നമ്മള് ഈ ജപ്പാനിലൊക്കെ ജനിച്ച കുട്ടികളെ തന്നെ തണുത്ത വെള്ളത്തില്, അതായത് വളരെ ഐസ് വാട്ടറിൽ അവര് പ്രസവം നടത്തുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാല് ആ എൻവയറമെന്റുമായിട്ട്, ആ സാമൂഹ്യമായിട്ട്, അല്ലെങ്കിൽ ആ കുട്ടിക്ക് നമ്മൾ പറയാറുണ്ട്, അയ്യോ മഴ നനഞ്ഞാൽ കുട്ടിക്ക് പനി വരുന്നു. നമ്മളിങ്ങനെ കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുക്കുമ്പോൾ അവരുടെ റെസിസ്റ്റൻസ് കുറയുന്നു. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ മുഖാന്തരം അവര് കുട്ടികളുടെ ഹെൽത്തിനെ, അല്ലെങ്കിൽ അവരുടെ ജനതയുടെ ഹെൽത്തിനെ സ്ട്രോങ് ആക്കി കൊണ്ടുവരുന്നത്. നാളെ അവര് ഭടന്മാരായാൽ അവര് നാട്ടിന് വേണ്ടിയിട്ട് വാർ ഫ്രണ്ടിൽ പോകേണ്ട ആവശ്യമുണ്ട്. മനോധൈര്യം, ശരീര ധൈര്യം, ഉറപ്പ്, ഇതൊക്കെ അത്യാവശ്യമാണ്. അങ്ങനെ ഉള്ള കുട്ടികൾ വേണം വളർന്നു വരാൻ. അതിനെയാണ് നമ്മൾ സിവിക് വെർച്യു എന്ന് പറയാം. അതായത് മാൻലിനെസ്. ഇപ്പോൾ സ്ത്രീകളും ആർമിയിലുണ്ട്, സ്ത്രീകളും ട്രെയിനിങ് ഉണ്ട്. ഈ ടഫ് ട്രെയിനിങ് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ആർമിയിലോ നേവിയിലോ പോലീസിലോ ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിനെക്കാട്ടിൽ ഏറ്റവും മനുഷ്യന് ചില സ്ത്രീകളെ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, ചില പുരുഷന്മാര് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. ബ്ലഡ് കണ്ടാൽ തല ചുറ്റുന്ന ആൺകുട്ടികളും ഉണ്ട്, എന്ത് കീറി മുറിക്കാനുള്ള ധൈര്യമുള്ള പെൺകുട്ടികളും ഉണ്ട്. അപ്പൊ അതിൽ ഒരാളുടെ ജന്മം കൊണ്ടല്ല ഈ മനോധൈര്യം വരുന്നത് അവനവന്റെ തന്നെ ആശയങ്ങളും അവനവന്റെ തന്നെ സ്ട്രെങ്ത്തും, നമ്മൾ എത്രത്തോളം മെന്റൽ സ്ട്രെങ്ത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു. ചെറുപ്പം തൊട്ടേ നമ്മൾ ഹാർഡ്ഷിപ്പ് കൂടെ, അല്ലെങ്കിൽ കഠിനമായുള്ള മാനസിക അവസ്ഥയിൽ കൂടിയും ശാരീരിക അവസ്ഥയിൽ കൂടി വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ഇതൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കിട്ടിക്കൊള്ളും. ഇനി ഈ സിറ്റിസൺഷിപ്പിന് നമ്മൾ 8 തിയറി ഉണ്ട്. ഈ 8 തിയറി വളരെ ചുരുക്കമായിട്ട് ഞാൻ പറയാം.
ആദ്യത്തെ തിയറി നമ്മൾ പറയുമ്പോഴത്തേക്കും ലിബറൽ തിയറി എന്ന് പറയും. ലിബറൽ തിയറിയിൽ തന്നെ മാർഷൽ പറയുന്നുണ്ട് ലിബറൽ തിയറി 3 വിധത്തിൽ വരുന്നുണ്ട്. ഓക്കെ, ഈ 8 ലിബറൽ തിയറി, റിപ്പബ്ലിക്കൻ തിയറി, ലിബർട്ടേറിയൻ തിയറി, കമ്മ്യൂണിക്കേറ്റേറിയൻ തിയറി, മാർക്സിസ്റ്റ് തിയറി, പ്ലൂറാലിസ്റ്റ് തിയറി, ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ്, ഗാന്ധിസ് വ്യൂ. ഇതാണ് 8 എണ്ണം. 1 by 1 നമ്മൾ അതിലേക്ക് പോകുന്നതായിരിക്കും. എന്താണ് ലിബറൽ തിയറി? ലിബറൽ തിയറിയിൽ മുഖാന്തരം നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു സിറ്റിസൺഷിപ്പിനെ അറൌണ്ട് ദ ഇൻഡിവിജ്വലിസം, സിവിൽ റൈറ്റ്സ് അല്ലെങ്കിൽ അവൻ്റെതായ അധികാരങ്ങൾ, അവന്റെ ഫൗണ്ടേഷൻ, അവരുടെ ഒരാളുടെ ഇൻഡിവിജ്വലിസത്തിലാണ് അടങ്ങിയിട്ടുള്ളത്. ഈ ഇൻഡിവിജ്വലിസത്തിനും സിറ്റിസൺഷിപ്പിന് 3 എലിമെന്റ്സ് ഉണ്ട്. 3 എലിമെന്റ്സ് എന്താന്ന് വെച്ചാൽ, ഒന്ന് സാധാരണമായ സാമൂഹ്യമായ ജീവിതം, ദാറ്റ് ഇസ് സിവിൽ. പിന്നൊന്നത് രാഷ്ട്രീയമായ ജീവിതം, പിന്നൊന്ന് സോഷ്യലായ ജീവിതം. ഇങ്ങനെ 3 വിധത്തിലാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഈ 3 വിധത്തിലുള്ള ജീവിത മാർഗങ്ങളും അല്ലെങ്കിൽ ഈ സാഹചര്യങ്ങളും 3 സമയത്താണ് ഇത് ഉണ്ടായിട്ടുള്ളത്. ആദ്യകാലങ്ങളിൽ, അതിൽ 18ാം നൂറ്റാണ്ടിലാണ് സിവിലായിട്ട് ആദ്യം നമ്മൾ ജീവിക്കാനുള്ള കാര്യങ്ങൾ, സാധാരണ ലെവലിൽ ജീവിക്കാനുള്ള കാര്യങ്ങളാണ് ആദ്യം നോക്കുക. പിന്നെയാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുക. പിന്നെ വരുന്നത് 19ാം നൂറ്റാണ്ടിലാണ് രാഷ്ട്രീയത്തായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. 20ാമത്തെ നൂറ്റാണ്ടിലാണ് സോഷ്യലായിട്ട്. അപ്പൊ അങ്ങനെ ഈ തിയറിയില് പല ഫ്രെയിം, ഒരു 3 ഡിവിഷൻ, 3 ടൈപ്പിലാണ് ഈ എലിമെന്റ്സ് എന്ന് പറയുന്നത് ഡെവലപ്പ് ആയിട്ടുള്ളതെന്നാണ് മാർഷൽ പറയുന്നത്. മാർഷൽ പിന്നെയും പറയുന്നുണ്ട്, ഒരു രാഷ്ട്രത്തിന് അവർക്ക് ഒരു സോഷ്യൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മള് ബ്രിട്ടനില് അല്ലെങ്കിൽ UK-ല് അല്ലെങ്കിൽ US-ല് പോയിട്ടുണ്ടെങ്കിൽ അവിടെ അവർ പറയും, നമ്മള് ഒരു പ്രായമുള്ള പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള വർക്കിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മളുടെ ശമ്പളത്തിൽ നിന്ന് കുറച്ച് എമൗണ്ട്, ഒരു പെർസെൻറ്റേജ് അവര് ഗവൺമെന്റ് പിടിക്കുന്നുണ്ട്. ഈ എന്തിനാ പിടിക്കുന്ന വെച്ചാൽ അതിന്റെ പേരാണ് സോഷ്യൽ സെക്യൂരിറ്റി. കാരണം നാളെ പ്രായമായി വലുതായി കഴിയുമ്പോൾ ആ പ്രായമായ ആളെ നമ്മൾ റിട്ടയർ ചെയ്ത ശേഷം ആ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് അവർക്ക് മെഡിക്കൽ റിപ്പോർട്ട്സ്, മെഡിക്കൽ ട്രേഡ്. നമ്മളുടെ ഒരു 65 വയസ്സ് 70 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റീവ് അല്ല, നമ്മളെ കൊണ്ട് ധനം ഉണ്ടാക്കാൻ പറ്റാത്തൊരു സ്റ്റേജ് വരുന്നു. രണ്ടാമത്തെ സ്റ്റേജ് എന്താ വെച്ചാൽ നമുക്ക് അവിടെ ധനം ചെലവാക്കേണ്ട ഒരു ആവശ്യം വരുന്നു. അപ്പോഴാണ് TH മാർഷൽ പറഞ്ഞു, വെൽഫെയർ ഫങ്ഷൻസ് ഗവൺമെന്റ്, ആ സ്റ്റേറ്റ് ഗവൺമെന്റ്, ആ സംസ്ഥാന ഗവൺമെന്റ് ഈ മനുഷ്യരുടെ, ഈ ജനതയുടെ അവരുടെ സെക്യൂരിറ്റി, സോഷ്യൽ സെക്യൂരിറ്റി എന്ന് അവിടെ പറയുന്നത് അവരുടെ എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കടമപ്പെട്ടവരാണ്. അങ്ങനെ പിന്നെയും പറയുന്നുണ്ട്, ഈ പണ്ട് കാലത്ത് ക്യാപിറ്റലിസ്റ്റ് ആൾക്കാരുള്ളപ്പോൾ, ധനമുണ്ടായിരുന്നവരാണ് അല്ലെങ്കിൽ അധിപന്മാര്, മുതലാളിമാര്, ബൂർഷായിത്വത്തില് അവര് ക്ലാസ് വ്യത്യാസം, പണക്കാര് പാവപ്പെട്ടവർ എന്ന് 2 ക്ലാസ് വന്നു. അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ക്യാപിറ്റലിസ്റ്റ് വ്യൂസ് വന്നിരുന്നു. അപ്പോൾ അതിനാണ് TH മാർഷൽ പറയുന്നു, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാൻ പാടില്ല. ഒരു തൊഴിലാളി നാളെ കഷ്ടപ്പെടാൻ പാടില്ല. തൊഴിലാളിക്ക് വേണ്ട സൗകര്യങ്ങൾ അവിടുത്തെ സംസ്ഥാനം ചെയ്തു കൊടുക്കണം. അതിനാണ് ഈ സോഷ്യൽ സെക്യൂരിറ്റി എന്ന് നമ്മൾ പറയുന്നത്. ഇനി റിപ്പബ്ലിക്കൻ തിയറിയിൽ എന്താ പറയുന്നതെന്ന് വെച്ചാല്, റിപ്പബ്ലിക്കൻ തിയറി ട്രഡീഷണലി നമ്മൾ സാധാരണ ഒരു ജന്മം, ആ ജന്മം കൊണ്ട് നമ്മൾ ജനിച്ചിട്ട് നമ്മൾ പാർട്ടിസിപ്പേഷൻ, ഒരു കൺട്രിയുടെ പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ കൺട്രിയുടെ ഭരണാധികാരത്തിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. പാർട്ടിസിപ്പേറ്റ് എപ്പോഴാ ചെയ്യുക? നമ്മൾക്ക് വോട്ടിംഗ് റൈറ്റ് ഉള്ളപ്പോഴാണ് നമുക്ക് നമ്മൾ പാർട്ടിസിപ്പേഷൻ ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ ഗവൺമെന്റിൽ നമ്മൾ സിവിക് റോളിൽ നിന്ന് നമ്മൾ പാർട്ടിസിപ്പേഷൻ, ലോ മേക്കിങ്ങിലേക്ക് നമ്മൾ പാർട്ടിസിപ്പേഷൻ മാത്രം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ പാർട്ടിസിപ്പേഷൻ ഓഫ് സിറ്റിസൺഷിപ്പ് എന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൽ നമ്മൾ പറയുന്നത്, ഞാൻ എന്തിനു വേണ്ടിയിട്ടാ പോളിസിയിൽ അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാ വോട്ട് ചെയ്യുന്നത്? നാളെ ഈ ഗവൺമെന്റ് മോശമാണ്, അപ്പോൾ അടുത്ത 5 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ അടുത്ത പീരീഡിനുള്ളിൽ ആ ഗവൺമെന്റിനെ മാറ്റണമെന്നുണ്ടെങ്കിൽ പോളിസി മേക്കിംഗ് എന്ന് പറയാം നമ്മൾ. ഈ പോളിസി മേക്കിംഗ് അവരുടെ ജനതയുടെ കയ്യിലിരിക്കണം. അതാണ് റിപ്പബ്ലിക്കന്റെ ഉദ്ദേശം. പിന്നെ ഈ
അപ്പൊ ഇത്രയും വരുമ്പോഴത്തേക്കും ഇങ്ങനെ പല വിധത്തിൽ നമ്മൾ റിലീജിയൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ കാര്യമായിട്ട് പോവുക. പിന്നെ ലിബർട്ടിയൻ തിയറിയിലും പറയുന്ന കൺസർവേറ്റീവ് ആയിട്ടുള്ള നമ്മളെ ലിബർട്ടിയൻ തിയറി എന്താ വെച്ചാൽ അവർ പറഞ്ഞിട്ടുള്ളത് മാർഗരറ്റ് താച്ചറിന്റെ കാലത്ത് ബ്രിട്ടീഷിലെ ലിബർട്ടിയൻ തിയറി ആയിരുന്നു. അവർ പറയുന്നത് ഫ്രീ ചോയ്സ്, എനിക്ക് എന്തിന് ധൈര്യമുണ്ടോ, എനിക്ക് എടുക്കാൻ പറ്റുമോ അത് ഞാൻ എടുക്കുന്നു. മാർക്കറ്റ് സൊസൈറ്റി, എന്താണ് മാർക്കറ്റിന്റെ ബേസിസ്? സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ജനസ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനായിട്ട് നമ്മൾ സ്വന്തമായിട്ട് ഏൺ ചെയ്യണം, സ്വന്തമായിട്ട് നമ്മൾ ജീവിക്കാൻ നോക്കണം. അതായിരുന്നു മാർഗരറ്റ് താച്ചറിന്റെ പരിപാടി. ഇനി കമ്മ്യൂണിറ്റേറിയൻ തിയറി എന്ന് പറയുമ്പോൾ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ കമ്മ്യൂണിറ്റിക്ക്, ആ സമൂഹത്തിന് നമ്മൾ ആസ് എ മെമ്പർ അല്ലെങ്കിൽ അതിന്റെ കമ്മ്യൂണിറ്റിയിൽ ജനിച്ച ഒരാളായതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും തിരിച്ച് ആ ഗ്രൂപ്പിന് കൊടുക്കാൻ താല്പര്യം ഉണ്ടാവണം, ചെയ്യാൻ പറ്റണം. അപ്പോൾ അവിടെ നമ്മൾ നല്ല ഒരു പൗരനായി കമ്മ്യൂണിറ്റിക്ക് വേണ്ടത് ചെയ്ത് പൊളിറ്റിക്കലായിട്ടുള്ള ചർച്ചകളിൽ പങ്കെടുത്ത് ഡിസിഷൻ ഉണ്ടാക്കാൻ നല്ലൊരു അവകാശം, നല്ലൊരു ഉപദേശം കൊടുത്ത് അതിനെ മാറ്റണം. പിന്നെ വരുന്നത് മാർക്സിസ്റ്റ് തിയറാണ്. മാർക്സിസ്റ്റ് തിയറിയിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ കാരണങ്ങളേ ഇല്ല. കാരണം പൊളിറ്റിക്കൽ കമ്മ്യൂണിസ്റ്റ് കൺട്രിയിൽ ഒരു സിറ്റിസൺഷിപ്പിന്റെ ആവശ്യമില്ല. കാരണം അവിടെ വേറെ പല പാർട്ടികൾ വരുന്നില്ല. ലെനിനും അല്ലെങ്കിൽ നമ്മൾ മാർക്സിസ്റ്റ് സിസ്റ്റം വായിക്കുന്നത് ലെനിൻ ഈ സിറ്റിസൺ എന്നുള്ളത് എടുത്തു കളഞ്ഞു. പക്ഷെ സ്റ്റാലിൻ വന്നപ്പോഴത്തേക്കും അങ്ങനെ അത് റീസ്റ്റോർ ചെയ്തു. കാരണം അവിടെ ഒരു പാർട്ടിയേ ഉള്ളൂ, ഒറ്റ പാർട്ടിയേ ഉള്ളൂ. അവരവരെ പറയുക അനുസരിക്കുക, അത് മാത്രം. അപ്പൊ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് രണ്ട് വിധത്തിലുള്ള എക്സ്പാൻഷൻ ആണ്. പവർ, സിറ്റിസൺഷിപ്പും ആൻഡ് ഇത് രണ്ടിനെയും ഒരു ആന്റണി ഗ്ലിറ്റൻ പറയുന്നു, ഇത് രണ്ടിനെയും ഒരു സിറ്റിസൺഷിപ്പും എക്സ്പാൻഷൻ ഓഫ് പവറും സിറ്റിസൺഷിപ്പും ഒരുമിച്ച് ഒരു ലിബറൽ ഫ്രെയിംവർക്കിൽ കൊണ്ടുപോകണം. പ്ലൂറാലിസ്റ്റിക് തിയറിയിൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പല വിധത്തിലുള്ള മൾട്ടി ഡയമെൻഷണൽ കോംപ്ലക്സസ് കൊണ്ടുവരിക. അവർക്ക് സിറ്റിസൺസിന് അത് എടുക്കാനുള്ള അല്ലെങ്കിൽ അത് എൻജോയ് ചെയ്യാനുള്ള റൈറ്റ് കൊടുക്കുക. അവർക്ക് എല്ലാ വിധത്തിലുമുള്ള സൗകര്യങ്ങൾ കൊടുക്കുക. ഒരു ഡിസ്ക്രിമിനേഷൻ പാടില്ല. ജെൻഡർ, ലിംഗഭേദം കൊണ്ടോ ഏത് മതത്തിൽ ജനിച്ചു എന്നോ അത് ഏത് മതം അവർ സ്വീകരിക്കുന്നു, എത്രത്തോളം പഠിപ്പുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഓരോ പ്രായം, ഓരോ എക്യുപ്പേഷണൽ ഏജ് ഉണ്ട്, ഇതൊന്നും നോക്കാണ്ട് വേണം അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ എന്നാണ് പ്ലൂറാലിസ്റ്റിക് തിയറിയുടെ അഭിപ്രായം. ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ എല്ലാ സ്ത്രീകളെയും, ലോകത്തിലുള്ള എല്ലാ സ്ത്രീകളും പണ്ട് കാലത്ത് സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ ആയിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അവർക്ക് പബ്ലിക്കിലും അല്ലെങ്കിൽ പ്രൈവറ്റിലും മെയിൽ അല്ലെങ്കിൽ പുരുഷ മേധാവിത്വത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യാനും അതിനെ മാറ്റാനും അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് രാഷ്ട്രീയപരമായിട്ട് രാജ്യത്തിലുള്ള നിയമം മുഖാന്തരം അവർക്ക് കിട്ടേണ്ട സ്വാതന്ത്ര്യം, അവർക്ക് കിട്ടേണ്ട ധർമ്മങ്ങൾ, അവർക്ക് കിട്ടേണ്ട അധികാരങ്ങൾ കിട്ടുന്നതിനാണ് ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് എന്ന് പറയുക. അപ്പൊ ഫെമിനിസ്റ്റ് അത് മാത്രമല്ല, ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിനെ നിങ്ങൾ അധികരിക്കുകയും വേണം. ഇങ്ങനെ ഗാന്ധിയുടെ വ്യൂവിൽ പറയുമ്പോഴത്തേക്കും ഗാന്ധിജി പറയുന്നു, ഒരു മനുഷ്യനും അവനവൻ്റെതായ കാര്യങ്ങൾ വിദേശിച്ചിട്ട് ഉപയോഗിക്കുക. അത് കഴിഞ്ഞിട്ട് അങ്ങേരുടെ ഗാന്ധിയുടെ വേർഡ്സിൽ പറയുകയാണെങ്കിൽ നമ്മൾക്ക് എന്ത് നമ്മളുടെ ലോക്കലായിട്ട് അവകാശമുണ്ടോ അതിനെ എടുത്തിട്ട് ഗ്ലോബലായിട്ട് വേൾഡ് വൈഡിൽ എന്തൊക്കെ നല്ലത് ചെയ്യാൻ പറ്റുമോ അഹിംസ ചെയ്ത് നന്നാവുക. ഇത്രയുമാണ് നമ്മൾ ഗ്ലോബലായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ വളരെ രാഷ്ട്രീയം നമ്മുടെ രാഷ്ട്രത്തിൽ മാത്രം ഒതുങ്ങാണ്ട് വേൾഡ് സിറ്റിസൺഷിപ്പായിട്ട് അല്ലെങ്കിൽ വേൾഡ് സിറ്റിസൺ ആയിട്ട് നന്നാവണമെന്നാണ് നമ്മൾ പറയുന്നത്. ഇവിടെ നമ്മൾ പറയുന്നത് ക്രിറ്റിസിസം ചെയ്യുമ്പോഴും ചില കാര്യങ്ങൾ നമുക്ക് വളരെ ഫോക്കസ് ചെയ്ത് നമ്മളുടെ ഡ്യൂട്ടിയിൽ മാത്രം നോക്കുമ്പോൾ നമ്മൾ ചില ഇടങ്ങളിൽ നമ്മൾക്കത് പറ്റാണ്ട് വരും. അതുകൊണ്ട് ഏറ്റവും ക്ലിപ്തമായത് നമ്മൾ എടുക്കാൻ താല്പര്യപ്പെടണം. എല്ലാ ആൾക്കാർക്കും എല്ലാ വിധത്തിലും ഫ്യൂച്ചറിൽ നല്ല വിധത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നല്ല ഒരു രാഷ്ട്രത്തിനെ കെട്ടിപ്പടുത്താൻ എല്ലാവരെയും ഞാൻ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം.